हरे कृष्णा सर्वं कृष्णार्पणमस्तु प्रभुपाद की जय गुरु महाराज की जय राधा पवन प्रियशन की जय ओम श्री मात्रे नमः ഗുരുവായൂർ മഞ്ജരീസിന്റെ മഹാഭാരത കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. നമുക്ക് വേഗം ക്ലാസ് തുടങ്ങാം. കാരണം മഹാഭാരതം കുറേ പെൻഡിങ് ആയിരുന്നു. വേഗം തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941 93 42 49 41. ഓക്കെ. അപ്പോൾ കുറേ മെസ്സേജുകൾ നോക്കിക്കൊണ്ട് വരികയാണ്. ഇനിയും മെസ്സേജസ് നോക്കാനുണ്ട്. ഒരുപാട് മെസ്സേജസ് ഉള്ളതുകൊണ്ട് കുറച്ചായിട്ടേ നോക്കാൻ പറ്റൂ. എല്ലാവരും സഹകരിക്കുക. മാക്സിമം അതിനുള്ള ഓരോ മെസ്സേജിനുള്ള ആൻസർ തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. കുറേ നാളായി നമ്മൾ രാത്രി ഒരു 8:30 മണിക്കൊക്കെ ക്ലാസ് എടുത്തിട്ട് അതുപോലെ മഹാഭാരതം കേട്ടിട്ട്. ഓക്കെ, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ നമ്മൾ വരാം കൂടുതൽ മാണിക്യത്തോട്ട് വരാം. ഏത് പർവ്വമാണ് നമ്മൾ ലാസ്റ്റ് എടുത്തതെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഞാൻ നോക്കട്ടെ ആരാണ് ഓർത്തിരിക്കുന്നത് എന്ന്.
വിളിക്കാം മാതാജി. ഒരു 10-15 കോൾസേ ഒരു ദിവസം എനിക്ക് പറ്റൂ. അതിൻ്റെ അപ്പുറത്തേക്ക് പറ്റുന്നില്ല, നമുക്ക് സമയം വേണ്ടേ. പറയൂ, ഏത് പർവ്വമാണ് എടുത്തത് ലാസ്റ്റ്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഞാൻ നോക്കട്ടെ, ആർക്കെങ്കിലും ഓർമ്മശക്തി ഉണ്ടോന്ന്. നമ്മൾ ഏത് പർവ്വമായിരിക്കും ലാസ്റ്റ് എടുത്തിട്ടുണ്ടാവുക? വേഗം പറയും. വേഗം ക്ലാസ് എടുത്താൽ നമുക്ക് വേഗം പോയിട്ട് ഫുഡ് കഴിച്ച് കിടക്കാം. ഞാനും നല്ല ടയർഡാണ്, നിങ്ങളും നല്ല ടയർഡാണ്. എല്ലാവർക്കും നാളെ ജോലിക്കൊക്കെ പോകണം. നാളെ ആറ്റുകാൽ പൊങ്കാലയാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ മകം ആശംസകൾ, ആറ്റുകാൽ ആശംസകൾ. അപ്പോൾ പറയൂ, വേഗം പറയൂ. ആർക്കും ഓർമ്മയില്ല. ശരി. മഹാഭാരതമാണ് എടുക്കാൻ പോകണമെന്ന് പറഞ്ഞാണെങ്കിലും ലാസ്റ്റ് ക്ലാസ് ആരെങ്കിലും തപ്പിക്കാണുമെന്ന് ഞാൻ കരുതി. ഭീഷ്മപർവം. അടുത്തത് ജനകയജ്ഞവാക്യ സംവാദം. നമ്മൾ എടുത്തില്ലല്ലോ, എടുക്കാൻ പോകുന്നേ ഉള്ളൂ. എനിവേ, വളരെ സന്തോഷം. ശാന്തി പർവം, യെസ്, എക്സാക്ട്ലി. അതില് ജനകയജ്ഞവാക്യ സംവാദം കറക്റ്റാണ് മാതാജി. അതാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. സത്യം പറയാലും ഒരു ഓർമ്മയില്ലെന്ന് അതെനിക്ക് മനസ്സിലായി മെസ്സേജ് വരാതായപ്പോൾ. സാരല്ലേ, പോട്ടെ. അപ്പൊ നമ്മുടെ യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, സാരല്ലേ, പോട്ടെ, മറവി ഒരു പ്രശ്നമുള്ള കാര്യമില്ലല്ലോ. നമ്മളെല്ലാവരും അങ്ങ് കംപ്ലീറ്റ് അല്ല, നമുക്ക് എല്ലാവർക്കും പരിമിതികളുണ്ട്, മറവികളൊക്കെ സംഭവിക്കും, ഒന്നും വിഷയമല്ല. അപ്പോ വീണ്ടും യുധിഷ്ഠിരൻ ചോദിച്ചു. എന്താ ചോദിക്കുന്നത്? പിതാമഹ, ധർമാധർമ്മങ്ങൾക്ക് അതീതമായി, അതായത് ധർമ്മത്തിനും അധർമ്മത്തിനും മുകളിലായിട്ട്, പുണ്യപാപങ്ങളാൽ അബാധിതമായിട്ട്, പുണ്യങ്ങളും ഉണ്ട് പാപങ്ങളും ഉണ്ട് ജീവിതത്തിൽ, അല്ലേ? ആരും പൂർണ്ണരല്ല, ആരും കംപ്ലീറ്റ് അല്ല. നമ്മൾ ഒരാളെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ ആലോചിക്കുക, ഞാൻ കംപ്ലീറ്റ് അല്ല എന്ന്. ഓക്കെ, എല്ലാവർക്കും അതിൻ്റെതായ കുറവുകളുണ്ട്. കുറവുകളിലൂടെ മാത്രമേ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റൂ. ആരും പൂർണ്ണമായിട്ടുള്ള എല്ലാം നേടിക്കൊണ്ടൊന്നും ജീവിക്കുന്നില്ല. അങ്ങനെയാണ് പിന്നെ മനുഷ്യകുലത്തിൽ വന്ന് നമ്മൾ ജനിക്കില്ലല്ലോ. അല്ല, എല്ലാം കംപ്ലീറ്റ് ആയ ഒരാളാണെങ്കിൽ പിന്നെ ദേവകുലത്തിലല്ലേ നമ്മൾ പോയി പിറക്കൂ, അല്ലേ? നമ്മളൊന്നും കംപ്ലീറ്റ് അല്ല. അതുകൊണ്ട് നമുക്ക് ആരെയും കുറ്റം പറയാനുള്ള അനുമതി ഇല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോ എന്താ പറയാ, പിതാമഹ, ധർമാധർമ്മങ്ങൾക്ക് അതീതമായി, ധർമ്മത്തിനും അധർമ്മത്തിനും അതീതമായിട്ട്, മുകളിലായിട്ട്, പുണ്യപാപങ്ങളാൽ അബാധിതമായിട്ട്, പുണ്യങ്ങളും പാപങ്ങളും എല്ലാം നമുക്ക് ലഭിച്ചുകൊണ്ട്, സർവ സംശയങ്ങളെയും അതിക്രമിച്ച്, എല്ലാ സംശയങ്ങളെയും മറികടന്നുകൊണ്ട്, ജനന മരണരഹിതമായിട്ട്, ജനനത്തിനും മരണത്തിന്റെയും മുകളിലായിട്ട്, അനന്തമായ അഭയം നൽകുന്ന, എല്ലാത്തിനെയും മുകളിലായിട്ട് നമുക്കൊരു വലിയൊരു അഭയം നൽകുന്ന, ഒരു എന്താ പറയാ, ആശ്രയം നൽകുന്ന, ഓ ബാലമുരുകൻ, അഭയം നൽകുന്ന, അക്ഷരവും അവ്യയവുമായിട്ട് ശക്തി ഏതാണ്? അങ്ങനെ ഒരു ശക്തിയുണ്ട്. ആ ശക്തി ഏതാണ്? നമുക്കും അറിയാൻ ആഗ്രഹമുണ്ടല്ലേ? എല്ലാത്തിൻ്റെയും മുകളിലുള്ള ഒരു ശക്തി. നമ്മൾ പറയുന്നു പരമദിവ്യോത്തമ പുരുഷനാണ്, അഖിലകോടി ബ്രഹ്മാണ്ഡ നായകനാണെന്നൊക്കെ പറയുന്നു. അപ്പം അതിനെല്ലാം മുകളിലായിട്ട് ഒരു ശക്തിയുണ്ട്. അപ്പോ ആ ശക്തി ഏതാണ് എന്ന് എനിക്ക് പറഞ്ഞു തരൂ എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം നമ്മൾക്കും ആ ശക്തി ഏതാണ് എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. മാതാജി, വൈഷ്ണവ തിലകൊക്കെ ഇടുന്നത് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ? മാതാജി ഇടുന്നുണ്ടോ? നമുക്ക് ചില സാഹചര്യങ്ങളിൽ ഇടാൻ പറ്റും, ചില സാഹചര്യങ്ങളിൽ ഇടാൻ പറ്റില്ല, പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതിങ്ങനെ ചോദിക്കണ്ട കേട്ടോ. ഒരു വട്ടം ഞാൻ ചോദ്യം കണ്ടിട്ട് ആൻസർ പറഞ്ഞിട്ടില്ല, അപ്പൊ അത് വിട്ടേക്കൂ, ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ എന്താ പറയാ, വൈഷ്ണവ തിലകം ഇട്ടതുകൊണ്ട് മാത്രം ഒരാൾ കംപ്ലീറ്റ് ആവുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. വൈഷ്ണവ തിലകമല്ല ഒരു ഭക്തിയുടെ സിമ്പൽ എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട് മാതാജി. അപ്പോൾ വൈഷ്ണവ തിലകടോ എന്ന് പറയാൻ എനിക്ക് എൻ്റെതായ പരിമിതികളുണ്ട്. ആ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ആ വൈഷ്ണവ തിലകം ഇടുന്നില്ല എന്നോർത്തിട്ട് ക്ലാസ് എടുക്കണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഭഗവാനെ കുറിച്ച് പറയാൻ എല്ലാ ജീവാത്മാക്കൾക്കും അനുമതിയുണ്ട്. മനസ്സിലായില്ലേ? വൈഷ്ണവ തിലകം ഇട്ട് നടക്കുന്ന എല്ലാവരും പെർഫെക്റ്റ് ആണോ മാതാജി? അതും കൂടി ഒന്ന് പറയൂ. വൈഷ്ണവ തിലകം ഇട്ട് നടക്കുന്ന ഒത്തിരി എല്ലാ കംപ്ലീറ്റ് ആൾക്കാരും പെർഫെക്റ്റ് ആണോ? ഈ വൈഷ്ണവ തിലകത്തിലോ ഇടുന്ന കാവി ഡ്രസ്സിലോ അല്ലെങ്കിൽ എടുക്കുന്ന ജപമാലയിലോ ഒന്നുമല്ല കാര്യം. നമ്മുടെ ഹൃദയത്തിലാണ് കാര്യം. ഒരു ശാന്തമായ ഒരു ഭക്തി ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഭഗവാൻ അതാണ് നോക്കിക്കാണുന്നത്. വൈഷ്ണവ തിലകം ഇട്ട എല്ലാ ആൾക്കാരെ മാത്രമല്ല ഭഗവാൻ അങ്ങോട്ടേക്ക് നെഞ്ചോട് ചേർത്ത് വെക്കുന്നത്. അതുകൊണ്ട് അതെല്ലാം ഓരോ സിമ്പിൾസ്, ഭക്തിയുടെ സിമ്പിൾസ്. അത് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് കേട്ടോ. ഇനി ആ മെസ്സേജ് ഇടാതിരിക്കും. വൈഷ്ണവ തിലകത്തിനും ജപമാലയ്ക്കും ഹരേകൃഷ്ണ മഹാമന്ത്രത്തിനും ഇസ്കോണിനും ഒക്കെ ഞാൻ സപ്പോർട്ടാണ്. പക്ഷേ എല്ലാത്തിനും ഓരോ പരിമിതികൾ നമുക്കുണ്ട്. ആ പരിമിതികളിൽ നിന്ന് മെല്ലെ 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 ഉയർന്നു വരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള മെസ്സേജുകളൊന്നും ക്ലാസ്സിന്റെ ഇടയ്ക്ക് ദയവായി പോസ്റ്റ് ചെയ്യാതിരിക്കൂ. അപ്പോ
ഇതിനെല്ലാം മുകളിലായിട്ട് ഒരു ശക്തിയുണ്ട്. ആ ശക്തി ഏതാണ് എന്നാണ് ഇവിടെ ആര് ചോദിക്കുന്നത്? യുധിഷ്ഠിരൻ ചോദിക്കുന്നത്. ആരോട്? നമ്മുടെ പിതാമഹനോട്, ഭീഷ്മ പിതാമഹനോട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനൊരു ആൻസർ നമുക്ക് നോക്കാം അല്ലേ? നമുക്ക് അറിയാനൊരു ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോ ഭീഷ്മർ പറയാണ്, ഞാനൊരു പഴയ കഥ പറയാം. മഹാഭാരതത്തിൽ നമുക്കൊരു കഥ കേൾക്കാൻ വലിയ ഇഷ്ടമാണ് അല്ലേ? അപ്പൊ എന്താ ആ കഥ? അത് കേട്ടാൽ നിന്റെ സംശയങ്ങളെല്ലാം തീരുന്നാ പറയുന്നത്. അപ്പൊ ആ കഥ എന്താ നോക്കാം. പണ്ട് വിശ്രുതനായ ജനകരാജാവ് എന്താ പറയുന്നത്? യാജ്ഞവാൽക്യ മഹർഷിയോട് എന്താ പറയുന്നത്? ചോദിച്ച ചോദ്യവും അതിന് മഹർഷി നൽകിയ ഒരു ഉത്തരവുമാണ് ഇവിടെ വിഷയം. ജനകൻ വളരെ ശാന്തനായിരിക്കുന്ന യജ്ഞവാൽക്യ മഹർഷിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, അല്ലയോ മഹർഷി, ഇന്ദ്രിയങ്ങൾ, പ്രകൃതി, അവ്യക്തം, പരമമായ ബ്രഹ്മം എന്നെല്ലാം പറയുന്നത് എന്താണ്? എന്താ ചോദിച്ചത്? ഇന്ദ്രിയങ്ങൾ, പ്രകൃതി, അവ്യക്തം, പരമമായ ബ്രഹ്മം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ മഹർഷി, ഇതൊക്കെ എന്താണ്? ഇതൊന്നും എനിക്ക് അറിയില്ല, നമുക്കും ഇതൊന്നും വ്യക്തമായിട്ട് അറിയില്ല അല്ലെ? പരബ്രഹ്മത്തിനും അതീതമായിട്ട് വല്ലതുണ്ടോ എന്നാ ചോദിക്കുന്നത്. പരബ്രഹ്മത്തിനും മുകളിലായിട്ട് എന്തെങ്കിലും ഉണ്ടോ? സൂപ്പർ, ഗുരുവായൂർ പോയിട്ട് ഒരു ഉത്സവല്ലേ, എന്നെല്ലാം എനിക്ക് ഉപദേശിച്ചു തരൂ എന്ന് പറയാണ്. അപ്പൊ നമുക്കും ഇതൊക്കെ അറിയണമല്ലേ? നമുക്കിതൊക്കെ കുറിച്ച് അറിയാം, ഈ വേർഡ്സിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്കും അങ്ങോട്ട് എന്താ പറയാ, പൂർണ്ണമായിട്ട് ഇതേക്കുറിച്ചൊന്നും എത്താൻ പറ്റിയിട്ടില്ല. അത് നമ്മളുടെ ഒരു തെറ്റല്ല സത്യത്തിൽ. കാരണം നമ്മളെല്ലാം നോർത്തിലാണ് ജനിച്ചതെങ്കിൽ ഒരു പക്ഷേ എന്താ പറയാ, നോർത്തിന്റെ ഒരു സംസ്കാരം, ഹൈന്ദവ സംസ്കാരം വേറെയാണ്, കേരളത്തിന്റെ സംസ്കാരം വേറെയാണ്. കറക്റ്റ് അല്ലേ? നോർത്തിൽ ഹിന്ദുസ് പോലും തലയിൽ ഇങ്ങനെ ഷോൾ ഇടും. പക്ഷെ നമുക്ക് കേരളത്തിൽ അങ്ങനെ ഷോൾ ഇട്ട് അമ്പലത്തിൽ കയറാൻ പറ്റുമോ? അതിന്റെ അർത്ഥം ഈശ്വരന് നമ്മളോട് ഇഷ്ടമില്ല എന്നാണോ? അല്ല, ഓരോ നാടിനും അതിൻ്റെതായ സംസ്കാരമുണ്ട് അല്ലേ? അപ്പോ നമുക്ക് നമ്മുടേതായ സംസ്കാരത്തിലേ പോകാൻ പറ്റൂ. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിൽ വൈഷ്ണവ തിലകം ഇട്ട് കഴിഞ്ഞാൽ, ഇവിടുന്ന് ഇവിടം വരെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു വേറെ കാറ്റഗറി. അതേസമയം നമ്മളിങ്ങനെ ഗുരുവായൂർ അമ്പലത്തിലെ ചന്ദനം ഇങ്ങനെ തൊടുകയാണെങ്കിൽ അതിനൊരു ഐശ്വര്യമുണ്ട്. അതും ഒരു തെറ്റല്ല, രണ്ടും ഈശ്വരൻ അംഗീകരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനിച്ചു വളർന്ന ഒരു സംസ്കാരമുണ്ട്, നമ്മൾ കണ്ട് ശീലിച്ച പരിചയിച്ച ഒരു സംസ്കാരമുണ്ട്. നമുക്ക് ആ സംസ്കാരത്തിലൂടെ പോകാൻ പറ്റൂ. അല്ലാണ്ട് നമുക്ക് വേറെ ഒരു സംസ്കാരത്തിലൂടെ നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് മാറാന്ന് പറയുമ്പം ആളുകൾ നമ്മളെ ഒരു സ്പെഷ്യൽ കാറ്റഗറി ആയിട്ട് നിർത്തിവെക്കും. അതൊന്നും വേണ്ട. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നമ്മളായിട്ടിരിക്കുക. നമുക്ക് കളിക്കാം, ചിരിക്കാം, തമാശ പറയാം, എല്ലാവരുമായിട്ട് നമുക്ക് കളിയും ചിരിയൊക്കെ ആയിട്ട് വളരെ രസകരമായിട്ട് നമുക്കിങ്ങനെ പോകാം. ഭക്തി പ്രാക്ടീസ് ചെയ്യാം. അതിന് പ്രത്യേകിച്ച് ആലങ്കാരികമായ കാര്യങ്ങളൊന്നും വേണമെന്നില്ല. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ വരുന്ന ഒരാളെയും ഗുരുവായൂരപ്പൻ അംഗീകരിക്കുന്നില്ല എന്നല്ലേ പറയാൻ പറ്റൂ? എല്ലാത്തിനും അതിൻ്റെതായ ഓരോ രീതികളുണ്ട് ഇല്ലേ? നമ്മുടെ വിഷു ഒരു പക്ഷേ നോർത്തിൽ ആഘോഷിക്കില്ല, അവിടെ ഹോളി ഗംഭീരമായിട്ട് ആഘോഷിക്കും. അവിടുത്തെ ഹോളി നമ്മൾ ഒരുപാട് ആഘോഷിക്കില്ല. ഇപ്പോൾ കുറച്ച് പുറത്ത് നിന്നൊക്കെ ആൾക്കാർ വന്ന് കുറച്ച് സെലിബ്രേഷൻ ആയിട്ട് ആഘോഷിക്കും അല്ലേ? അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായ കാര്യങ്ങളുണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ ഇങ്ങനെ ഇരുന്നാലേ ഇങ്ങനെയാവൂ. നമ്മുടെ ഓണം കേരളത്തിന്റെ നോർത്ത് ഇന്ത്യയിൽ എത്ര പേര് ഇങ്ങനെ പൂവിട്ട് ആഘോഷിക്കുന്നുണ്ട്? മഹാബലിനൊക്കെ എത്ര പേർക്കറിയാം? എന്ന് കരുതി അത് ഒരു ഹിന്ദുവിന്റെ ഉത്സവം അല്ലാതിരിക്കുമോ? അല്ല. അപ്പോ ഇതൊന്നുമല്ല. അടിസ്ഥാനപരമായി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളും ഈശ്വരനുമായിട്ടുള്ള ഒരു മിനിറ്റ് ആണെങ്കിൽ ഒരു മിനിറ്റ് നിശബ്ദമായിരിക്കുന്ന ഒരു സംവാദം, അതാണ് ഭക്തി. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഭയങ്കര ആലങ്കരിതികളൊന്നും അതൊന്നും വേണ്ട. ഉണ്ടായാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ അതിനൊന്നും ഒരു എന്താ പറയാ മാനദണ്ഡമല്ല എന്ന് മനസ്സിലാക്കണം. നമ്മൾ നമ്മളായിരിക്കും. ഓക്കെ. പിന്നെ അപ്പോ പറയുന്നു, മഹർഷേ, ഇന്ദ്രിയങ്ങൾ, പ്രകൃതി, അവ്യക്തം, പരമമായിരിക്കുന്ന ബ്രഹ്മം എന്നെല്ലാം പറയുന്നത് എന്താണ്? പരബ്രഹ്മത്തിനും അതീതമായി വല്ലതുണ്ടോ? അതായത് പരബ്രഹ്മത്തിന്റെ മുകളിലായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അതൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. അപ്പോ യാജ്ഞവാൽക്യൻ പറയാണ്, ഇതെല്ലാം അങ്ങേക്കറിയുന്ന കാര്യമാണെങ്കിലും ഞാൻ പറയാം. എന്താ പറയുന്നത്? പ്രകൃതികൾ 8 ഉണ്ട്. എന്താണ്? 8 പ്രകൃതികളുണ്ട്. വികാരങ്ങൾ 16 16 വികാരങ്ങളും 8 പ്രകൃതികളുമുണ്ട്. പിന്നെ വ്യക്തങ്ങൾ 7 എണ്ണമാണ്. ആധ്യാത്മിക ചിന്തകന്മാരാണ് ഇതേക്കുറിച്ച് പറയുന്നത്. എന്താ പറയുന്നത്? ആകാശം, ശ്രദ്ധിച്ച് കേൾക്കണേ, ആകാശം, വായു, അഗ്നി, ജലം,
പൃഥ്വി എന്ന പഞ്ചഭൂതങ്ങൾ നമുക്കറിയാം അല്ലെ, പഞ്ചഭൂതങ്ങൾ അറിയാം. ഈ പഞ്ചഭൂതങ്ങളും അവ്യക്തം, മഹത്തത്വം, അഹങ്കാരം എന്നിവയും ചേർന്നാൽ, നമ്മൾ ഇതേക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അവ്യക്തം, മഹത്തത്വം, അഹങ്കാരം, ഇങ്ങനെ 3 എണ്ണവും കൂടെ ചേർന്നാൽ എത്രയായി? പഞ്ചഭൂതങ്ങളും ഈ 3 എണ്ണവും കൂടി ചേർന്നാൽ 8 എണ്ണമായി. ഈ 8 എണ്ണത്തിനെയാണ് നമ്മൾ പ്രകൃതി എന്ന് പറയുന്നത്. ഓക്കെ, ശബ്ദസ്പർശ രൂപ സുഗന്ധങ്ങളാകുന്ന ശബ്ദ സ്പർശ രൂപ സുഗന്ധങ്ങൾ, ഇങ്ങനെ 5 കാര്യം, ശബ്ദ സ്പർശ രൂപ സുഗന്ധങ്ങൾ, 4 കാര്യങ്ങളും കൂടി ചേർന്ന് കഴിഞ്ഞാൽ 5 തന്മാത്രകളായി. നമ്മൾ കെമിസ്ട്രി ക്ലാസ്സിൽ പഠിച്ച തന്മാത്രയല്ല കേട്ടോ, ഇത് വേറെ തന്മാത്രയാണ്. അപ്പോൾ ഈ 5 തന്മാത്രകളും 5 ജ്ഞാനേന്ദ്രിയങ്ങളാകുന്ന 5 കർമ്മേന്ദ്രിയങ്ങളും, 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളുമാകുന്ന, അതിൻ്റെ കൂടെ മനസ്സും കൂടി ചേർന്നാൽ എന്തായി? 16 വികാരങ്ങളായി. ഭയങ്കര കൺഫ്യൂഷനാണ് ഇതൊക്കെ. നമ്മൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ മനസ്സിൽ കേട്ട് മനസ്സിലായാൽ അങ്ങനെ പോവാ. ഇതിന്റെ ഡീപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും. ദേവുട്ടി ഇതിന്റെ ഇന്ന് ഉത്തരക്കുട്ടിയുടെ ബർത്ത്ഡേ ആണോ? സോറി, ക്ലാസ്സിന്റെ ഇടയ്ക്ക് ഒന്നും പറയുന്നില്ല. ഉത്തര, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഓക്കെ, അമ്പിളി ചേച്ചിയുടെയും ഗുരുവായൂർ മഞ്ജരീസിന്റെയും ഹൃദയം നിറഞ്ഞ 1000 പിറന്നാൾ ആശംസകൾ എൻ്റെ ഉത്തരക്കുട്ടിക്ക്. ഓക്കെ, എൻ്റെ സ്റ്റുഡൻ്റ് ആണ് കേട്ടോ ഗീതാ ക്ലാസ്സിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടി ചേർന്നാൽ എന്തായി? 16 വികാരങ്ങളായി. ഓക്കെ, അപ്പോ ഈ 16 വികാരങ്ങളെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രീതിയിലാണ്. പിന്നെ ആദ്യം മഹത്തത്വം ഉണ്ടാകുന്നു. മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരവും, അഹങ്കാരത്തിൽ നിന്ന് മനസ്സും, മനസ്സിൽ നിന്ന് 5 ആകാശാദിഭൂതങ്ങളും ഉണ്ടാകുന്നു. മനസ്സിലായില്ലേ? 5 ആകാശാദിഭൂതങ്ങളും ഉണ്ടാകുന്നു എന്നാ പറയുന്നത്. പിന്നീടാണ് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും പ്രാണപാന സമോഭാന ധ്യാനവ്യങ്ങളാകുന്ന പഞ്ചപ്രാണനും ഉണ്ടാകുന്നത്. ഇതൊക്കെ ജസ്റ്റ് കേട്ട് വിട്ടാൽ മതിയിട്ട്, ഒന്നും കൂടുതൽ മൈൻഡിൽ വെക്കണ്ട. കൂടുതൽ മൈൻഡിൽ വെച്ചാൽ നമുക്ക് വട്ടായിപ്പോവും. ജസ്റ്റ് കേട്ട് പോവാം. ഓക്കെ, കേൾക്കുന്നത് തന്നെ ഒരു അനുഗ്രഹമാണ്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവയെല്ലാം ചേർന്നാണ് 24 തത്വങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. 24 തത്വങ്ങൾ. ഒത്തിരി കൺഫ്യൂഷൻ ആവും, അത് വിട്ടേക്കൂ. ജസ്റ്റ് കേട്ടുപോകൂ. ഈ ജന്മത്തിൽ നമ്മൾ കേട്ടുപോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ ഒക്കെ മുകളിലാണ് ആര് നിൽക്കുന്നത്? പരമാത്മാവ് നിൽക്കുന്നത്. അപ്പൊ സിമ്പിളായിട്ട് പറഞ്ഞാല് പഞ്ചഭൂതങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയും ജ്ഞാനേന്ദ്രിയങ്ങളുടെയും അതുപോലെ നമ്മുടെ മനസ്സിന്റെയും വികാരങ്ങളുടെയും എല്ലാം മുകളിലാണ് ആര് നിൽക്കുന്നത്? ഭഗവാൻ നിൽക്കുന്നത്. ഇത്രയും ചിന്തിച്ചാൽ മതി. എല്ലാത്തിൻ്റെയും മുകളിലാണ് ആര് നിൽക്കുന്നത്? ഭഗവാൻ നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കേണ്ട. ഓക്കെ, പരമാത്മാവിന്റെ ശക്തിയാണ് അവ്യക്തം എന്ന് പറയുന്നത്. പരമാത്മാവിന്റെ ശക്തിനെയാണ് നമ്മൾ അവ്യക്തം എന്ന് പറയുന്നത്. അത് തന്നെയാണ് മായ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാത്തിൻ്റെയും മുകളിലിരിക്കുന്ന ഭഗവാന്റെ ശക്തിയെക്കുറിച്ച് എന്തെങ്കിലും വ്യക്തതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു വ്യക്തതയില്ല. എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റും? ഭഗവാന്റെ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല. നമ്മളിങ്ങനെ ക്ലിപ്പിട്ടിരിക്കാനേ പറ്റൂ അദ്ദേഹത്തിന്റെ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ. അത്രയ്ക്കും മുകളിലാണ് നിൽക്കുന്നത് ആര്? ഭഗവാൻ നിൽക്കുന്നത്. അതിൽ നിന്നാണ് ക്രമത്തിൽ മഹത്വം, അഹങ്കാരവും മനസ്സും എല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ മനസ്സാണ് എല്ലാ ഇന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നത്, അല്ലേ? നമ്മുടെ മനസ്സിൽ നമ്മളിങ്ങനെ ആലോചിക്കണം, ഇന്ന് നല്ലൊരു ബിരിയാണി കഴിക്കണം. എവിടെയായിരിക്കും വെജിറ്റേറിയൻ ബിരിയാണി ഉണ്ടാവുന്നത്? അപ്പോൾ ആ മനസ്സിൽ ചിന്തിച്ച കാര്യം നാവിന്റെ രുചിയിലേക്ക് എത്തുകയാണ്, അല്ലെ? അത് വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് നമ്മൾ വരും. ആ നാവിന്റെ രുചി നമ്മളെ അന്വേഷിപ്പിക്കും, ഇതെവിടെ കിട്ടും. അങ്ങനെ നമ്മളിങ്ങനെ ഓരോരോ ഇന്ദ്രിയങ്ങളായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ എല്ലാത്തിന്റെയും അടിസ്ഥാനം എവിടെയാ വരുന്നത്? മനസ്സ്. മനസ്സുകൊണ്ട് എന്താഗ്രഹിക്കുന്നോ അത് ഇന്ദ്രിയങ്ങളിലേക്ക് പോകും. ഉള്ളപ്പോ പോപ്പാ ഇന്ദ്രിയങ്ങളാണ് മനസ്സിന്റെ ഉപകരണം എന്ന് പറയുന്നത്, അല്ലെ? നമ്മുടെ മനസ്സുകൊണ്ട് നമ്മളൊരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ചിന്തിച്ച കാര്യത്തെ ഫുൾഫിൽ ചെയ്യാൻ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം, ശരിയല്ലേ?
ശരിയാണോ? അല്ല, ആലോചിച്ച് നോക്കിക്കേ. എന്തൊരു കാര്യം തീരുമാനിക്കുന്നതിന്റെ മുമ്പേ നമ്മുടെ മനസ്സിൽ നമ്മളിങ്ങനെ ആലോചിക്കും, അത് വേണം, ഇത് വേണം, അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങും. അങ്ങനെ മനസ്സ് ഇന്ദ്രിയങ്ങളെ കാണുന്നുണ്ട്. നാവിന്റെ രുചിയെക്കുറിച്ച് മനസ്സിനൊരു ആഗ്രഹമുണ്ട്. അതുപോലെ നല്ല ചൂടുണ്ട്, അപ്പൊ എനിക്ക് തണുപ്പ് വേണം, AC ഇടണം, അങ്ങനെയൊക്കെ ഓരോ ചിന്തകൾ വരും. ഇതെല്ലാം വരുന്നത് മനസ്സിലാണ്. അപ്പൊ മനസ്സ് ഇന്ദ്രിയങ്ങളെ കാണുന്നുണ്ട്. പക്ഷെ ഇന്ദ്രിയം മനസ്സിനെ കാണുന്നുണ്ടോ? ഇല്ല. ഇന്ദ്രിയം മനസ്സിനെ കാണുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെല്ലാം ഒരു ലളിത ജീവിത ശൈലിയിലേക്ക് പോകും, അല്ലെ? ഇപ്പൊ നാവ് മനസ്സിനെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചിന്തിക്കുക? എൻ്റെ നാവ് ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്നങ്ങ് ഒറ്റയടിക്ക് അങ്ങ് പറയാൻ പറ്റും? ഇല്ലേ? പക്ഷെ എല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നു. ഇല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? നല്ല വീട് വേണം, നല്ല ജോലി വേണം, നല്ല ഡ്രസ്സ് വേണം, ആ സ്ഥലം കാണണം, ഈ സ്ഥലം കാണണം, അത് കഴിക്കണം, ഇത് കഴിക്കണം, അങ്ങനെ ആഗ്രഹങ്ങളെല്ലാം മനസ്സിലുണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ മനസ്സ് ഇന്ദ്രിയങ്ങളെ കാണുന്നു, ഇന്ദ്രിയങ്ങൾ മനസ്സിനെ കാണുന്നില്ല. ക്ലിയർ? മനസ്സും അഹങ്കാരങ്ങളും അന്യോന്യാശ്രിതങ്ങളാകുന്നു. മനസ്സും നമ്മുടെ അഹങ്കാരവും അന്യോന്യം ഇങ്ങനെ ആശ്രയിച്ചു കഴിയാണ്. മനസ്സിനെ അടക്കിയാൽ ഇന്ദ്രിയങ്ങളുടെ ഉഭരം ഉണ്ടാകുന്നു. മനസ്സിനെ അടക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്ദ്രിയങ്ങളെല്ലാം ഒരു ഡിസിപ്ലിനിൽ വരും. കൂടുതൽ ആഗ്രഹങ്ങളിലേക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ പോവില്ല. ആവശ്യങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടേ പോവില്ല. ഇന്ദ്രിയങ്ങളുടെ നാഥനായ മനസ്സിനെ അടക്കിയാൽ എല്ലാം ശുഭമാവും. ശരിയല്ലേ? ഇന്ദ്രിയങ്ങളുടെ നാഥനാണ് എന്ത്? മനസ്സെന്ന് പറയുന്നത്. ഈ മനസ്സിനെ അങ്ങോട്ട് അടക്കി പിടിച്ചാൽ എല്ലാം ശുഭമായി നിൽക്കും. അതല്ല, ഇന്ദ്രിയങ്ങളെയൊന്നും മനസ്സിനെ അങ്ങ് അടക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ മനസ്സിങ്ങനെ നടക്കും, ഓരോരോ സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ നടക്കും. എന്തായി? നമ്മൾ ഓരോരോ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോകും. അത് ഫുൾഫിൽ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ എന്താ? വിഷമമായി, സങ്കടമായി, പരാതി പറച്ചിലായി, കുറ്റങ്ങളായി, കുറവുകളായി, പിന്നെ ഓരോരോ കാര്യങ്ങളിലേക്ക് നമ്മൾ അങ്ങനെ പോകും. അതേസമയം നമ്മൾ സ്വയം തീരുമാനിക്കണം, എനിക്കുള്ളത് കൊണ്ട് മതി, ഭഗവാൻ എന്ത് തന്നോ അത് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എന്തായി? ഒരു സ്റ്റെബിലിറ്റിയിൽ വരും, ഒരു ഡിസിപ്ലിനിൽ വരും. അതാണ് ഭക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അടക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ കുറെ ചന്ദനം വാരി പൂശിയിട്ടോ, കുറെ കാവിയിട്ടിട്ടോ, കുറെ രുദ്രാക്ഷ ഇട്ടിട്ടോ, കുറെ തലമുട്ടയടിച്ചിട്ടോ, ഇതൊക്കെ ഒരു ഡിസിപ്ലിന്റെ ഭാഗമാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഒരു അച്ചടക്കത്തിന്റെ ലളിത ജീവിത ശൈലിയുടെ ഭാഗമാണ് എന്ന് കരുതിയിട്ട് ഇതെല്ലാം ചെയ്തിട്ട് AC റൂമിലേ ഇരിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ അർത്ഥമുള്ളത്? ഒരർത്ഥവും ഇല്ല. ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ കാറിലെ യാത്ര ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? ഒന്നുമില്ല. ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ആയിരിക്കണം, എനിക്ക് ഇങ്ങനെയുള്ള ആവശ്യങ്ങളുണ്ട്, ഞാൻ ഇന്ന രീതിയിൽ ജീവിക്കും ഒരു നിബന്ധന വെച്ച് കഴിഞ്ഞാൽ പിന്നെന്താ അർത്ഥമുള്ളത്? ഇതെല്ലാം ലളിത ജീവിത ശൈലിയുടെ ഭാഗം മാത്രം. ഇതെല്ലാം ചെയ്തിട്ടും നമ്മൾ നമ്മുടെ മനസ്സിനെ ഡിസിപ്ലിനോട് കൂടി ഇരുത്തിയിട്ടില്ല എന്നാണ് പിന്നെ പറയുന്നതിൽ ഒരു അർത്ഥമില്ല. ക്ലിയർ? പ്രതിലോമമായിരിക്കുന്ന എല്ലാം ലയിക്കുന്നതാണ് സംഹാരം. ഓക്കെ? ബ്രഹ്മാവിന്റെ പകൽ അവസാനിക്കുമ്പോൾ, ബ്രഹ്മദേവന്റെ ഒരു പകൽ നമ്മൾ പഠിച്ചല്ലോ എത്രയുണ്ടെന്ന്. അപ്പൊ ഈ ബ്രഹ്മദേവന്റെ പകൽ അങ്ങ് അവസാനിക്കുമ്പോൾ സംഹാരമൂർത്തിയായ മഹാരുദ്രൻ, മഹാദേവന്റെ ശക്തി കൊണ്ട് എന്താ ഉണ്ടാവുന്നത്? ഭൂമി ജലത്തിൽ പോകും. അതായത് പ്രളയം സംഭവിക്കും നമ്മൾ പഠിച്ചല്ലോ. ഈ ഭൂമി ജലത്തിലേക്ക് പോകും. ജലം എന്താവും? അഗ്നിയിലേക്ക് പോകും. ഓക്കെ? അഗ്നി എന്താവും? വായുവിലേക്ക് പോകും. വായു എവിടേക്ക് പോകും? ആകാശത്തിലേക്ക് പോകും. ആകാശം മഹത് തത്വത്തിലേക്കും ലയിക്കുന്നു. ക്ലിയർ? മഹത് എന്താവും? അവ്യക്തത്തിലേക്കും. മഹത്ത് അവ്യക്തത്തിലേക്ക് ലയിക്കുമ്പോൾ എന്തായി? കാലമേ ഇല്ലാതായി. നമ്മൾ പറയാറില്ലേ, ഈ കാലചക്രം കാലം കൊടുക്കും, കാലം പറയും. ആ കാലമേ ഇല്ലാതാവും. ബ്രഹ്മാവിന്റെ ഒരു പകൽ അവസാനിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം തീരുന്നതേ ഉള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ പകൽ അവസാനിക്കേണ്ടെന്നായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നതല്ലേ? കാരണം നമ്മൾ ഈ ഭൂമിയുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. ഇതിന്റെ അപ്പുറത്തേക്കൊരു ലോകമുണ്ട്, ഇതിന്റെ അപ്പുറത്തേക്കൊരു ജീവിതമുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ വന്നത്. ഇതൊരു ടെമ്പററി ടൈമാണ്. ഇതൊന്നും നമ്മളെ ഉള്ളിലില്ല, ആരുടെ ഉള്ളിലും ഇല്ല, നമ്മുടെ ആരുടെ ഉള്ളിലും ഇല്ല. അത് കലിയുഗത്തിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ഈ കലിയുഗത്തിൽ തപസ്സിന് വളരെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു പോയത്. പണ്ട് കാലങ്ങളിലൊക്കെ സന്യാസം, തപസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാർ പോകും. ഒരു കാലം കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞു, ഇനി ഒന്ന് അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് പോകും. അതായത് ബ്രഹ്മദേവന്റെ ഒരു പകല് അത് അവസാനിച്ചു എന്ന് കരുതുക. അത് അവസാനിച്ചു കഴിഞ്ഞാൽ സംഹാരമൂർത്തിയായിരിക്കുന്ന രുദ്രൻ മഹാദേവന്റെ ശക്തി കൊണ്ട് ഭൂമി ജലത്തിലേക്ക് പോകും. അതായത് പ്രളയത്തിലേക്ക് പോകും. പിന്നെയോ ജലം എന്തായി? ഈ പ്രളയം അങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുള്ളും വെള്ളമായി. വെള്ളം എന്താവും? അഗ്നിയിലേക്ക് പോകും. അതായത് ചൂടുണ്ടാവും. ആ അഗ്നിയിലേക്ക് പോയിട്ട് അഗ്നി എവിടേക്ക് പോകും? അഗ്നി തീ കത്തിക്കഴിഞ്ഞാൽ പിന്നെ വായുവിലേക്കല്ലേ പോകും, അന്തരീക്ഷത്തിലേക്ക്. അപ്പൊ അഗ്നി ആകാശത്തിലേക്ക്, വായുവിലേക്ക് പോകും. ഓക്കെ?
ആകാശം മഹത്തത്വത്തിലേക്കും ലയിച്ചു പോകും. മഹത്തത്വം എവിടേക്ക് ലയിക്കും? എങ്ങോട്ട് ലയിക്കും? അവ്യക്തത്തിലേക്ക്, ഭഗവാനിലേക്ക് ലയിക്കും. അതോടുകൂടി കാലമേ ഇല്ലാതാവും, എല്ലാം തീർന്ന് അവസാനിച്ചു. ഓക്കെ, അവ്യക്തം ബ്രഹ്മത്തിൽ ലയിച്ച് ബ്രഹ്മം മാത്രം അവശേഷിക്കും. അതായത് ഭഗവാൻ മാത്രം അവശേഷിക്കും. മനസ്സിലായില്ലേ? ഭഗവാൻ മാത്രമേ ഉണ്ടാവും, വേറെ ഒന്നും ഉണ്ടാവില്ല, വെട്ടിപ്പിടിച്ചതൊന്നും ഉണ്ടാവില്ല. കാലാതീതമായിരിക്കുന്ന ആ പരബ്രഹ്മമാണ് രാജാവ്. കാലത്തിനും അതീതമായിരിക്കുന്ന എന്താണ്? കാലത്തിനും അതീതമായിരിക്കുന്ന ആ ശക്തിയാണ് രാജാവ് എന്ന് പറയുന്നത്. ആ രാജാവാണ് ഈ ഇരിക്കുന്ന ഗുരുവായൂരപ്പൻ. നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ട് ഇല്ലേ? ആ ഗുരുവായൂരപ്പനാണ് കാലാതീതമായിരിക്കുന്ന രാജാവ്. ആ രാജാവിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വണങ്ങേണ്ടത്. എനിക്ക് ഒരുപാട് സന്തോഷമാവുന്നു പഴയ എല്ലാവരെയും ഇങ്ങനെ ലൈവിൽ കാണുന്നു. എക്സ്പെഷ്യലി സുധിയെ. ഒത്തിരി ബിസി ആയിരുന്നു പാവം. ഇടയ്ക്ക് ഞാൻ വിളിക്കാറുണ്ട്, ജോലിയുടെ തിരക്കിലൊക്കെ ആകുമ്പോഴും എടുക്കും, സംസാരിക്കും. ഒരുപാട് പേര് കേട്ടോ, എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരെയും. പ്രീത മാതാജി, രമണൻ പ്രഭു, നെൽസൺ, സുഭാഷ് നാരായണൻ, വിജയണ്ണ പിന്നെ നമ്മളിപ്പോൾ കണ്ടു, മോനപ്പൻ പ്രഭു, സന്തോഷം. എല്ലാവരെയും, ഭാരതിയമ്മ, എല്ലാവരെയും ആർക്കും ഒരുപാട് സന്തോഷം. വർഷങ്ങളായിട്ടുള്ള ബന്ധങ്ങളാണ്. എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ, നന്മ വരട്ടെ പ്രാർത്ഥിക്കുന്നു. നക്കുൽ, ലാലി മാതാജി. അപ്പൊ ഇത്രയും മനസ്സിലായില്ലേ? കാലാതീതമായിരിക്കുന്ന ആ ശക്തിയാണ് ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഗുരുവായൂരപ്പൻ ആരാന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അതേ പഴുക്കാമണ്ഡപത്തിൽ ഇരിക്കുന്നുണ്ട്, ഉത്സവമായിട്ട്. പോകാൻ പറ്റുന്നവരൊക്കെ പോകൂ. നല്ല ടേസ്റ്റാണ് ഭഗവാന്റെ കഞ്ഞി. എനിക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോ ആ ചോദിച്ച ശക്തി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഗുരുവായൂരപ്പനാണ്. മനസ്സിലായില്ലേ? പരബ്രഹ്മം. പ്രകൃതിയുടെ ഗുണങ്ങളുണ്ട്. 3 ഗുണങ്ങളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അപ്പോ ഈ 3 ഗുണങ്ങള് ലോകത്തിൽ എവിടെയും നശിക്കാതെ ഇങ്ങനെ ഇരിക്കും. ഈ 3 ഗുണങ്ങളും എന്താണ്? നശിക്കാതെ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അവ്യക്തരൂപനായിരിക്കുന്ന മഹാദേവന്റെ വിലാസങ്ങളാണ് ഇതിൽ കാണുന്നത്. അവയിൽ സാത്വികമായി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ഭൂമിയിൽ തന്നെ കംപ്ലീറ്റ് സാത്വികമായി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ആ സാത്വികമായിരിക്കുന്ന സാത്വികന് ഉത്തമ സ്ഥാനം ലഭിക്കും, ഉയർന്ന സ്ഥാനം ലഭിക്കും. രജോ ഗുണമായിട്ട് ജീവിക്കുന്ന ആൾക്കാരില്ലേ, അവർക്ക് മധ്യമ സ്ഥാനം. ശ്രദ്ധിച്ചു കേൾക്കണേ. സാത്വികമായി ജീവിക്കുന്ന ആളുകൾക്ക് ഉയർന്ന സ്ഥാനം. ഓക്കെ, അപ്പോ നല്ല ഉയർന്ന സ്ഥാനം കിട്ടും. ഇനി രജോ ഗുണമായി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. 3 ഗുണങ്ങൾ നമ്മൾ പഠിച്ചു: സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അതിൽ സാത്വിക ഗുണത്തിൽ ജീവിക്കുന്നവർക്ക് ഏറ്റവും ഉയർന്ന ഉത്തമ സ്ഥാനം കിട്ടും. രജോ ഗുണമായി ജീവിക്കുന്ന ആൾക്ക് അതിന്റെ താഴെ മധ്യമ സ്ഥാനം കിട്ടും. ഓക്കെ, ഇനി തമോ ഗുണമായി ജീവിക്കുന്ന ആളുകൾക്കോ അധമ സ്ഥാനം ലഭിക്കും. ഓക്കെ, ഗുരുവായൂർ മേ ബി നെക്സ്റ്റ് മന്ത് എന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ 15 ദിവസം ലീവ് എടുത്തില്ലേ, അപ്പം ഇവിടുന്ന് പോയാൽ എനിക്ക് വലിയ പ്രശ്നവും. നോക്കട്ടെ, നെക്സ്റ്റ് മന്ത് വരാൻ പറ്റില്ല, മാക്സിമം വരെ. ഞാൻ വിഷു കണക്കാക്കി നിൽക്കുക. മാർച്ച് ഇപ്പോൾ കുറച്ച് പ്രശ്നമാണ്. വിഷുവിന് ഇനി നോക്കാം, 2നും കൂടി ലീവ് കിട്ടൂല, അതാണ് കുഴപ്പം. അപ്പോൾ സാത്വികമായി ജീവിക്കുന്ന ആളുകൾക്ക് ഒരു ഉയർന്ന സ്ഥാനവും, രജോ ഗുണമായി ജീവിക്കുന്ന ആളുകൾക്ക് നടുക്കുള്ള സ്ഥാനവും, ഇനി തമോ ഗുണമായി ജീവിക്കുന്ന ആളുകൾക്ക് എന്താ കിട്ടുന്നത്? ഏറ്റവും താഴെ അധമമായ സ്ഥാനമാണ് കിട്ടുന്നത്. അങ്ങനെ ഈ 3 ഗുണങ്ങളിലൂടെയാണ് ഓരോ തട്ടുതട്ടായിട്ട് ആളുകളെയും ഇവരെയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, കേവലമായ പുണ്യം കൊണ്ട് ദേവത്വവും, വളരെ ചെറിയ പുണ്യം മതി നമുക്ക് ദേവത്വം കിട്ടാൻ വേണ്ടിയിട്ട്. പുണ്യപാപങ്ങൾ ചെയ്യും അല്ലെ, പുണ്യം മാത്രം ചെയ്താൽ ദേവത്വം കിട്ടും. അത് കുറച്ച് പുണ്യം ചെയ്താൽ മതി, ഒരുപാട് പുണ്യമൊന്നും ചെയ്യണമെന്നൊന്നുമില്ല. കുറച്ച് പുണ്യം ജീവിതത്തിൽ ചെയ്താൽ മതി. അത്രയും ചെയ്താൽ തന്നെ ദേവത്വ സ്ഥാനം കിട്ടുന്ന പറയുന്നത്. പിന്നെയോ പുണ്യവും പാപവും കൂടി ചെയ്തു കഴിഞ്ഞാലോ മർത്യജന്മം കിട്ടും. ഓക്കെ, പുണ്യവും പാപവും കൂടി ചെയ്താൽ മർത്യജന്മം. നമ്മൾ പുണ്യവും പാപവും ചെയ്തുകൊണ്ടാണ് മനുഷ്യന്മാരായി ജനിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓർക്കുക, നമ്മളാരും വലിയ പുണ്യാത്മാക്കളൊന്നല്ല, പാപവും ചെയ്തിട്ടുണ്ട്. 2ഉം ചെയ്തതുകൊണ്ടാണ് നമ്മൾ മനുഷ്യന്മാരായിട്ട് ജനിച്ചിരിക്കുന്നത്. കേവല പാപം കൊണ്ട്, പാപം മാത്രം ചെയ്താൽ എന്താണ്? അധോഗതിയാണ് ഫലം. ഒരു സംശയവും ഇല്ല, മഹാഭാരതത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. പുണ്യം മാത്രം ചെയ്താൽ ദേവത്വം കിട്ടും,
പുണ്യം പാപം ചെയ്ത മനുഷ്യൻ മർത്യഗുണം, അതായത് മനുഷ്യനായിട്ട്. പാപം മാത്രം ചെയ്തു കഴിഞ്ഞാൽ അധോഗതിയായി തീർന്നു. എല്ലാ ഗുണങ്ങളും എല്ലാവരിലും ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒന്നിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ടാവും ഇല്ലേ? എല്ലാ ഗുണവും, അതായത് 3 ഗുണങ്ങളും, സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഒക്കെ എല്ലാവരിലും ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒന്നിന് എന്താണ് കുറച്ച് അധികമായിരിക്കും. ഒന്നെങ്കിൽ രജോ ഗുണം അധികമായിരിക്കും, അല്ലെങ്കിൽ സത്വഗുണം അധികമായിരിക്കും, അല്ലെങ്കിൽ തമോ ഗുണം അധികമായിരിക്കും. എന്തെങ്കിലും ഒരു ഗുണം ടോപ്പിലായിട്ട് നിൽക്കും. സത്വഗുണം ആണ് കൂടുതലുള്ളതെങ്കിൽ ദേവലോകത്തിലേക്ക് പോകും. ക്ലിയർ? സത്വഗുണമാണ് കൂടുതലുള്ളതെങ്കിൽ ദേവന്മാരുടെ ലോകത്തിലേക്ക് പോകും. സത്വഗുണവും രജോ ഗുണവും കൂടി ഉണ്ടെങ്കിൽ മർത്യലോകത്ത് വന്ന് ജനിക്കും. അതായത് നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ വന്നിട്ട് ജനിക്കും. സത്വഗുണവും രജോ ഗുണവും കൂടി ഉണ്ടെങ്കിൽ മർത്യന്മാരായിട്ട് ഈ ഭൂമിയിൽ വന്ന് ജനിക്കും. രജോ ഗുണവും തമോ ഗുണവും, അതായത് സത്വഗുണമില്ലാതെ രജോ ഗുണവും തമോ ഗുണവും മാത്രമാണെങ്കിൽ തിര്യഗ്യോനികളിൽ ജനിക്കും. തിര്യഗ്യോനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്തുക്കള്, അതായത് മൃഗങ്ങളെ പറയില്ലേ നമ്മൾ, അതാണ് തിര്യഗ്യോനികൾ എന്ന് പറയുന്നത്. ഗംഗയുടെ തിര്യഗ്യോനികളിലും വന്ന് ജനിക്കും. മനസ്സിലായില്ലേ? അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? സത്വഗുണം മാത്രമാണ് ഉള്ളതെങ്കിൽ ദേവലോകത്തേക്ക് പോകും. സത്വഗുണവും രജോ ഗുണമാണ് ഉള്ളതെങ്കിൽ മനുഷ്യരായിട്ട് ജനിക്കും. രജോ ഗുണവും തമോ ഗുണമാണുള്ളതെങ്കിൽ മൃഗങ്ങളായിട്ട് ജനിക്കും. അത്രയേ ഉള്ളൂ. ഇത്രയും മനസ്സിലായില്ലേ? ഗുണത്തിന് അതീതമായിട്ട് പുണ്യവും പാപവും എല്ലാം വിട്ടുകഴിഞ്ഞാൽ അക്ഷയവും അവ്യയവും ശാശ്വതവുമായ മോക്ഷപദം ലഭിക്കും. ഈ ഗുണങ്ങൾക്കെല്ലാം അതീതമായിട്ട് മുകളിലായിട്ട്, അതായത് സത്വഗുണത്തിന്റെയും മുകളിലായിട്ട് എപ്പോഴും ഈശ്വരനെ ചിന്തിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ, ആ രീതിയിലാണ് ജീവിക്കുന്നത് എങ്കിൽ മോക്ഷം ഉറപ്പാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെ 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 വെള്ളത്തിൽ ഓളം വെട്ടുന്നത് പോലെ വന്നുകൊണ്ടേയിരിക്കും. അതൊന്നും ആരുടെ കുറ്റമല്ല, കലിയുഗമാണ്, സാഹചര്യമാണ്, അങ്ങനെയൊക്കെ സംഭവിക്കൂ. അതുകൊണ്ട് നമ്മൾ ആരെയും വിധിക്കാനൊന്നും ആളായിട്ടില്ല. ഇങ്ങനെ 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 വരും. എന്ത് ചെയ്യാൻ പറ്റും? കാലഘട്ടം ഒരു വിഷയമാണല്ലോ. നമ്മൾ കലിയുഗത്തിലാണ് ജനിച്ചത്, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അറിഞ്ഞുകൊണ്ട് ഇപ്പൊ ആരും ഒരു പാപവും ചെയ്യില്ല അല്ലെ? അറിയാതെ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് വന്നു പോകുന്ന പല പല പാപങ്ങൾ കൊണ്ട് നമ്മൾ എന്താ പറയാ, ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു. അതിൽ നമ്മൾ ഇതുപോലെയുള്ള സത്സംഗങ്ങൾ കേൾക്കുന്നു, ക്ഷേത്രങ്ങളിൽ പോകുന്നു, വൃന്ദാവനം പോലെയുള്ള പുണ്യഭൂമികളിൽ എത്തുന്നു, നമ്മൾ കൂടുതൽ കൂടുതൽ ജപിക്കുന്നു. അങ്ങനെ മെല്ലെ 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 നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷയിച്ച് നശിച്ച് നമ്മൾ ഒരു 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 ലെവലിൽ അങ്ങ് എത്തുന്നു. ഓക്കെ, അതെ, ഗീതയിലും ഇത് പറയുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അല്ലാണ്ട് ഇപ്പം നമുക്ക് ഒറ്റയടിക്ക് അങ്ങോട്ട് കയറി പോകണമെന്ന് പറയുകയാണെങ്കിൽ ഇത് ബുള്ളറ്റ് ട്രെയിൻ ഒന്നല്ലല്ലോ, മനുഷ്യന്മാരുടെ അവസ്ഥയല്ലേ. ഇപ്പൊ ചില വീടുകളിൽ നോക്കിയാൽ ഒരുപക്ഷെ ആ വീട്ടില് ഭാര്യ ഗീത വായിക്കുന്നതും ജപിക്കുന്നതും ആ വീട്ടിൽ ആർക്കും ഇഷ്ടമുണ്ടാവില്ല, സമ്മതിക്കില്ല അവര്. എന്നിട്ട് ഈ ഭാര്യ വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ജപിക്കുന്നതും വായിക്കുന്നതും വിളക്ക് വെക്കുന്നതും നിവേദ്യം വെക്കുന്നതൊക്കെ. അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്, ഒത്തിരി പേര്. നമ്മുടെ മഞ്ചരീസിൽ തന്നെ എന്നെ വിളിച്ച് പറയാറുണ്ടല്ലോ, മാതാജി ഞാൻ എല്ലാവരും ഉറങ്ങിയ രാത്രി ഇരുന്നാണ് ജപിക്കുന്നത്, അല്ലെങ്കിൽ ക്ലാസ് കേൾക്കുന്നത് വല്ലപ്പോഴും ആരും കേൾക്കാതെ ഞാൻ ബാത്റൂമിൽ പോയിരുന്നിട്ട് ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് കേൾക്കുന്നത്, ഇവിടെ ആർക്കും ഇഷ്ടമല്ല, ഞാൻ വെജിറ്റേറിയൻ ആയത് ഇഷ്ടമല്ല. അങ്ങനെ ഒരുപാട് പേരുണ്ട്. സാഹചര്യമാണ്, നമുക്ക് ആർക്കും ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഓരോരോ വീട്ടിലെ സാഹചര്യങ്ങൾ, അതതിനനുസരിച്ച് നമ്മൾ പോവുക. അപ്പം ഓരോ ജീവാത്മാക്കളാണ്, ആ ജീവാത്മാക്കൾ ആ സാഹചര്യത്തിനനുസരിച്ച് ജീവിച്ചു പോകും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഞാൻ തന്നെ എന്താ പറയാ, നമ്മൾ ആദ്യമൊക്കെ ഒരുപാട് നോൺ വെജ് കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ വെജ് ആയപ്പം ഒത്തിരി പേര് പിന്നെ 1 വർഷം നിൽക്കുമായിരിക്കും, അല്ലെങ്കിൽ 1 മാസം നിൽക്കുമായിരിക്കും എന്ന് പറഞ്ഞവരുണ്ട്. അതിൽ നിന്ന് നമ്മൾ സസ്റ്റെയിൻ ചെയ്ത് ഇത്രത്തോളം എത്തിയപ്പം ഇല്ല, ഇപ്പോൾ ഒന്നും കഴിക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പൊ സാഹചര്യത്തിനനുസരിച്ച് എന്തായി, ഓരോ വ്യക്തികളും മാറി 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 വരും. പിന്നെ ആ സാഹചര്യം ഒരു അക്സെപ്റ്റൻസ് ആവും. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായി, എല്ലാം ശരിയാവും. അപ്പൊ സമയമെടുക്കും. ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും എന്തൊരു മാറ്റം ഉണ്ടാവാൻ കുറച്ച് സമയമെടുക്കും എന്ന് കരുതി നമ്മൾ ഒരു ദിവസം കൊണ്ട് എല്ലാം മാറണം എന്നൊന്നും ചിന്തിച്ചാൽ ഒന്നും നടക്കൂല. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഇത് 2025, അതിനനുസരിച്ച് ജീവിക്കുക. അത് അന്നും ഇന്നും എന്നും ഞാൻ ക്ലാസ്സിൽ പറയുന്ന കാര്യം. നമ്മളാരും ഗോസ്വാമിമാരൊന്നുമല്ല അല്ലേ? അപ്പൊ 2025 നമ്മൾക്ക് എന്ത് സാധിക്കുമോ അതുപോലെ ജീവിക്കുക. അതിന്റെ അർത്ഥം ഈശ്വരൻ നിങ്ങളെ വെറുക്കും, എന്നെ വെറുക്കും എന്നൊന്നല്ല. നമ്മൾ ജീവിക്കുക, നമ്മൾ അതിനനുസരിച്ച് ജീവിക്കുക. അല്ലാണ്ട് ഞാൻ ഗീത വായിച്ചു, മഹാഭാരതം വായിച്ചു, ഇന്ന് മുതൽ ഞാനൊരു സന്യാസിയാണ് എന്നും പറഞ്ഞ് ജീവിക്കാൻ പറ്റുമോ? ആർക്കും പറ്റൂല. നമ്മൾ അതിനനുസരിച്ച് മെല്ലെ 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 എല്ലാം വേണം ജീവിതത്തിൽ. സന്തോഷങ്ങൾ വേണം, എൻജോയ്മെന്റ് വേണം, ഹാപ്പിനെസ് വേണം, എന്താ പറയുക, ഫ്രണ്ട്ഷിപ്പ് വേണം, എല്ലാം വേണം ജീവിതത്തിൽ. അങ്ങനെ ജീവിച്ചു പോവുക. അല്ലാണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഹൂഹി എന്നും പറഞ്ഞിട്ട് അങ്ങനെ മാറാന്നൊന്നും പറയണത് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ എല്ലാവർക്കും കൊണ്ട് നടക്കുന്ന കാര്യമാണ്. നടക്കാത്ത കാര്യം. നമ്മൾ ഒറ്റപ്പെട്ടു പോകും ജീവിതത്തിൽ അല്ലേ? നമ്മളെല്ലാം ഒരു എന്താ പറയുക, മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ എന്ന് കേട്ടിട്ടില്ലേ? നമ്മൾ സമൂഹത്തിൽ എല്ലാവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ട ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ജീവിച്ചു പോവുക. അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം ഞാൻ ലൊക്കേഷനിൽ പോയാൽ അവിടെ നോൺ വെജ് വിളമ്പാറുണ്ട്.
സോ ഇവിടെ നോൺ വെജ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല. കാരണം ഞാൻ കുടുംബത്തിരിക്കണം, വാടക കൊടുക്കാൻ ആരും വരില്ല, എനിക്ക് അവിടെ പോയേ പറ്റൂ. അപ്പോൾ എന്താ പറയുക, പോകാതിരിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. സാഹചര്യങ്ങൾ പലതും ജീവിതത്തിലുണ്ടാവും. ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾക്ക് എന്താണോ ശരി, ആ ശരിക്കനുസരിച്ച് ജീവിച്ചു പോവുക, അത്രയേ ഉള്ളൂ. ഇത്രയും കേട്ടപ്പോൾ ജനകൻ ചോദിക്കുകയാണ്, മഹർഷിയെ, പ്രകൃതിയും പുരുഷനും അനാദ്യനന്തങ്ങളാണല്ലോ, രണ്ടിനും ആദിയും അവസാനവും ആകൃതിയും ഇല്ല അല്ലെ? പ്രകൃതിയും പുരുഷനും എന്താണ്? തുടക്കവും ഇല്ല, അവസാനവും ഇല്ല, രൂപവും ഇല്ല, ശരിയല്ലേ? പിന്നെ എങ്ങനെയാണ് ഒന്ന് അചേതനെന്നും മറ്റേത് ചേതനെന്നും പറയുന്നത്? അപ്പോ മോക്ഷധർമ്മവും മരണാനന്തര ഗതിയും മറ്റുമൊക്കെ കേൾക്കണം എന്നുണ്ട്. മോക്ഷം എന്താണ്, മരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇതൊക്കെ ഒന്ന് കേൾക്കണം എന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോ പ്രകൃതിയിൽ നിന്ന് വ്യത്യസ്തമായി പുരുഷന്റെ അസ്തിത്വം, അതായത് നിലനിൽപ്പ്, പ്രകൃതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുരുഷന്റെ നിലനിൽപ്പ്, ഏകത്വം, അതായത് ഒറ്റയ്ക്ക് നിൽക്കുന്ന അവസ്ഥ, പ്രകൃതിയിൽ നിന്നുള്ള വേർപാട്, അത്രയേ ഉള്ളൂ. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റൂ? നമുക്കിപ്പോൾ ആരെങ്കിലും തല്ലിക്കൊല്ലാൻ പറ്റുമോ? ഒന്നും പറ്റൂല. അപ്പം പ്രകൃതിയിൽ നിന്നുള്ള വേർപാട്, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയൂ, എനിക്ക് കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പോ യാജ്ഞവൽക്യൻ പറയാണ്, രാജാവേ, രണ്ടിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം, പ്രകൃതിയിലും പുരുഷനിലും ഒക്കെയുള്ള വ്യത്യാസം പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. ഒന്ന് ഗുണമുള്ളതാണ്, മറ്റൊന്ന് നിർഗുണമാണ്. അതായത് ഗുണമില്ലാത്തതും ഒന്ന് ഗുണമുള്ളതും. നിർഗുണനായ പുരുഷൻ, ശ്രദ്ധിച്ചു കേൾക്കണേ, നിർഗുണമായിരിക്കുന്ന പുരുഷൻ ഗുണങ്ങളുള്ള പ്രകൃതിയോടുകൂടി ചേരുമ്പോൾ ഗുണമുള്ളവനെ പോലെ തോന്നുന്നു. ഇവിടെ പ്രകൃതിക്ക് എന്തുണ്ട്? ഗുണമുണ്ട്. പുരുഷൻ എന്തുണ്ട്? ഗുണമില്ല. അപ്പൊ ഈ ഗുണമില്ലാത്ത പുരുഷൻ ഗുണമുള്ള പ്രകൃതിയോടുകൂടി ചേരുമ്പോ എന്തായി? ഗുണമുള്ളവനെ പോലെ തോന്നുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്ഫടികം, സ്ഫടികം എന്താ പറയാ? പിന്നെന്താ പറയൂ മുരുകൻ പ്രഭു. സുധീനോട് പറയുന്നതിന് എന്താ കുഴപ്പം? ഞാൻ പറയണമെന്ന് ഓർത്തതാണ്, എനിക്ക് വിട്ടുപോയി. ഞാൻ പക്ഷെ ഇന്ന് ഓർത്തിരുന്നു വിളിക്കണോ, ബറോസായി വിളിച്ചിട്ട് വൃന്ദാവന വിശേഷമൊക്കെ പറയണമെന്ന് ഓർത്തിട്ട്. പറഞ്ഞോളൂ, അങ്ങ് പറയൂ. എന്നും ഞാൻ അങ്ങേക്കും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടില്ലേ, കുടുംബത്തിനും മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരു പ്രവാസി, ഒരുപാട് എനിക്ക് അദ്ദേഹത്തെ അറിയാം. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വലിയ സന്തോഷകാര്യം ഭഗവാൻ നിറവേറ്റി കൊടുത്തു എന്ന്. അതാണ് മുരുകൻ പ്രഭു ചോദിക്കുന്നത്. പറയൂ, അങ്ങ് പറയൂ. നമ്മൾ കാത്തിരിക്കുന്നു. അങ്ങ് ടൈപ്പ് ചെയ്തിട്ട് അങ്ങയുടെ മനസ്സിലെ ആ സന്തോഷം നമ്മളെ മഞ്ജരീസ് കുടുംബമായിട്ട് ഷെയർ ചെയ്യും. സുധി, ദേ മുരുകൻ പ്രഭു ഒരു കാര്യം പറയാൻ പോകുന്ന, കേട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഇവരൊക്കെ വളരെ പഴയ ഫ്രണ്ട്സാണ്, വളരെ ക്ലോസ് ആണ്. ആദ്യം മുതലേ, മഞ്ജരീസ് മുതലേ ഉള്ളത്. അതാണ് അവർക്കൊക്കെ അത്രയും ഒരു എന്താ പറയാ അടുപ്പം തോന്നുന്നത്. അമർ, എല്ലാവരും. നാമം ചൊല്ലൂ മാതാജി, ക്ലിക്കറിൽ നാമം ചൊല്ലൂ കേട്ടോ. പോലെ വന്നെങ്കിൽ ജപമാല എടുക്കണ്ട, പോലെ സമയത്ത് ജപമാല എടുത്ത് ചൊല്ലാൻ പാടില്ല. ഹരി ബോൾ, ഹരേ കൃഷ്ണ. ആ മോൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം ഉണ്ടാ. കുഞ്ഞിന് നല്ലൊരു ജോലി കിട്ടട്ടെ, പഠിച്ച് തീരുന്നതിനേക്കാളും മുന്നേ ജോലി കിട്ടട്ടെ. ഞാൻ പ്രാർത്ഥിക്കാം, എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ കേട്ടോ. അങ്ങ് രക്ഷപ്പെടും, ധൈര്യമായിട്ടിരുന്നു. കിച്ചൂട്ടൻ കൈവിടില്ല. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു സ്ഫടികം എടുത്താൽ എന്താണ്? ഒരു പ്ലെയിൻ ആണത് അല്ലേ? അപ്പോൾ ആ സ്ഫടികത്തിൻ്റെ അടുത്ത് നമ്മളിപ്പോൾ ഒരു ചെമ്പരത്തിപ്പൂ വെച്ചു എന്ന് കരുതാം, നല്ല റെഡ് കളർ ചെമ്പരത്തിപ്പൂ വെച്ചു എന്ന് കരുതാം. അപ്പോൾ ആ ചെമ്പരത്തിപ്പൂവിന്റെ കളർ ഈ സ്ഫടികത്തിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യും, ശരിയല്ലേ? അപ്പൊ എന്താവും? സ്ഫടികവും കൂടെ എന്തായി? ഒരു റെഡിഷ് കളറായി. അപ്പൊ അതേപോലെയാണ് ഈ പ്രകൃതിയും പുരുഷനും. ഓക്കെ, അതേപോലെയാണ് പ്രകൃതിയും പുരുഷനും. മനസ്സിലായില്ലേ? സ്ഫടികം ഇങ്ങനെ നിൽക്കുകയുള്ളൂ, അതിന് പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല. പക്ഷെ ചെമ്പരത്തിപ്പൂവിനൊരു മനോഹാരിതയുണ്ട്, കളറുണ്ട്, ഗുണമുണ്ട്. അപ്പൊ അതേപോലെ ചെമ്പരത്തിപ്പൂവിന്റെ കളർ എങ്ങനെയാണോ സ്ഫടികത്തിൽ റിഫ്ലക്ട് ചെയ്ത് സ്ഫടികം റെഡിഷ് ആയി തോന്നുന്നത്, അതേപോലെ
എന്താണ് ചെയ്യുന്നത്? പുരുഷൻ പ്രകൃതിയോടുകൂടി ചേരുമ്പോ ഈ പുരുഷൻ ഗുണമുള്ളതായിട്ട് തോന്നുകയാണ്. അപ്പൊ നമ്മൾ പ്രകൃതിയോടുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. മനസ്സിലായില്ല? അപ്പൊ പ്രകൃതി ഇല്ലെങ്കിൽ എന്തില്ല? മനുഷ്യനില്ല. നമ്മളുടെ ജീവൻ നിലനിർത്തുന്ന ഓക്സിജൻ പോലും നമുക്ക് എവിടുന്നാ കിട്ടുന്നത്? പ്രകൃതിയിൽ നിന്നാണ് കിട്ടുന്നത്. കുടിക്കാനുള്ള വെള്ളം എവിടുന്ന് കിട്ടുന്നു? പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നു. ക്ലിയർ അല്ലേ? എല്ലാം ഈച്ച് ആൻഡ് എവറിത്തിങ് നമുക്ക് എവിടുന്നാ കിട്ടുന്നത്? പ്രകൃതിയിൽ നിന്ന്. അപ്പോ നമ്മളെന്ന് പറയുന്നത് ഒരു സീറോ ആണ്. നമ്മൾക്ക് കിട്ടുന്നതെല്ലാം പ്രകൃതിയിൽ നിന്നാണ് കിട്ടുന്നത്. സൂപ്പർ പ്രീത മാതാജി. അപ്പോ നമ്മൾ എന്താണ്? സീറോ ആണ്. പ്രകൃതി എന്താണ്? കംപ്ലീറ്റ് ആണ്, ഗുണമുള്ളതാണ്. അപ്പോ എന്താണ്? പുരുഷൻ പ്രകൃതിയോടുകൂടി ചേരുമ്പോ പുരുഷൻ കംപ്ലീറ്റ് ആണെന്ന് തോന്നുകയാണ്. എന്നിട്ട് അങ്ങോട്ട് നമ്മൾ ജീവിക്കുകയാണ്. ശരിയല്ലേ? നമുക്ക് എന്തോ ഗുണങ്ങളുണ്ട്, നമ്മൾ എന്തോ സംഭവമാണ്. പക്ഷെ പ്രകൃതി ഇല്ലെങ്കിൽ എന്താ? ഈ എൻവിയോൺമെന്റ്, അന്തരീക്ഷം ഇല്ലെങ്കിൽ നമ്മളില്ല. അത്രയും നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഒന്നുമില്ല എന്ന് മനസ്സിലാക്കാം. പറഞ്ഞിരുന്നു മാതാജി, ഞാൻ തിരിച്ചു വന്ന പിന്നെ എന്തൊക്കെയോ കാര്യത്തിൽ ബിസി ആയിപ്പോയി, അതാണ്, ക്ഷമിക്കണം. ഞാൻ വിളിക്കാം മാതാജി. ഓക്കെ, വിഷമിക്കണ്ട, ഉറപ്പായിട്ടും വിളിക്കാം. അപ്പോ അതുകൊണ്ട് പുരുഷൻ എന്താണ്? ചേതനനും പ്രകൃതി അചേതനനുമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉപാധിസ്ഥനായിരിക്കുന്ന പുരുഷൻ സ്വയം മറന്നിട്ട് ഉപാധിയോട് താരതമ്യം പ്രാപിക്കുമ്പോഴാണ് എന്താണ്? അജ്ഞാനം ഉണ്ടാവുന്നത്. നമ്മൾ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന്. അപ്പോൾ നമുക്ക് എന്തായി? നമുക്ക് കുറെ അസുഖങ്ങളായി, പ്രശ്നങ്ങളായി. ഇപ്പൊ പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങളൊക്കെ കത്തിച്ച് നമ്മുടെ എന്താ പറയാ എന്താണ് ഓസോൺ പാളിയിലൊക്കെ ഭയങ്കരമായിട്ട് ഹോൾസ് വന്ന് അതിൽ നിന്ന് അൾട്രാ വയലറ്റ് രശ്മികൾ നേരെ ഇങ്ങോട്ടെത്തി. പിന്നെ നമുക്ക് എന്താ സൂര്യാഘാതമേൽക്കുന്നു. അങ്ങനെ പല പല പ്രശ്നങ്ങൾ അല്ലെ. അപ്പോൾ ഈ പ്രകൃതി ഗുണമുള്ളതാണ്. ഈ പ്രകൃതിയെ നമ്മൾ ഒരിക്കലും നശിപ്പിക്കരുത്, അതിന് കൂട്ടു നിൽക്കരുത് നമ്മൾ. അപ്പോൾ ഈ പ്രകൃതിയാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. ഈ പ്രകൃതിയിലാണ് ജീവൻ നിലനിർത്താനുള്ള സമസ്തവും ഉള്ളത്. മനുഷ്യനെ എന്താ ചിന്തിക്കുന്നത്? എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും, ഞാൻ ഇങ്ങനെ ബിൽഡിംഗ് ഉണ്ടാക്കും, ഞാൻ അങ്ങനെ ബിൽഡിംഗ് ഉണ്ടാക്കും. വയലും എല്ലാം അങ്ങ് നശിപ്പിച്ച് എല്ലാം തീർത്ത് ബിൽഡിങ്സ് ഒക്കെ കെട്ടി അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പൊ നമ്മൾ ആലോചിക്കാൻ, നമ്മൾക്ക് ഒന്നുമില്ല, നമ്മളെ കൊണ്ട് ഒന്നും സാധിക്കില്ല. പ്രകൃതിയാണ് കംപ്ലീറ്റ്. ഈ ഗുണങ്ങളുടെ കലവറ എന്ന് പറയുന്നത് പ്രകൃതിയാണ്. ആ പ്രകൃതിയോടുകൂടി ചേർന്നിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ട് എല്ലാം ഉണ്ടാക്കാൻ പറ്റുന്നു. ഇനി ഒരു 100 വർഷം കഴിയുമ്പോൾ എല്ലാവരുടെ എന്താ പറയാ മുതുകിലും ഓക്സിജൻ സിലിണ്ടറും വെച്ച് നടക്കേണ്ടി വരും. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ വേഗം കുറച്ച് പഴയ കാലത്തിലേക്ക് പോവാണെങ്കിൽ കുടിക്കാനുള്ള വെള്ളം തോട്ടിൽ പോയിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് വരും ഇല്ലേ? തോട്ടിൽ പോയി എടുത്തുകൊണ്ട് വന്ന് നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യും. ഇന്ന് നമുക്ക് അങ്ങനെ ഒരു തോട് യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ഇന്ന് നമ്മൾ പൈസ കൊടുത്ത് കുടിക്കാനുള്ള വെള്ളം വാങ്ങാണ്. ആ വെള്ളം പോലും എന്താണ്? മായമാണ്. ചിന്തിച്ചു നോക്കിക്കേ, ആ വെള്ളം പോലും ഇന്ന് മായമാണ്. ആ കുടിക്കാനുള്ള വെള്ളം പണം കൊടുത്ത് വാങ്ങേണ്ട ഒരു കാലം എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 50 വർഷം മുന്നേ ഈ കാര്യം പറഞ്ഞാൽ ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല. വെള്ളം പൈസ കൊടുത്ത് വാങ്ങി, നമ്മളെ വീട്ടുമുറ്റത്ത് നല്ല പാറ പൊട്ടിയ വെള്ളം ഉണ്ടെന്ന് പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ഒന്നും ഇല്ല, ഒരു സംഭവവും ഇല്ല. എല്ലാം നശിച്ച ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾക്ക് ഈ പ്രകൃതി നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. അവ്യക്തകൃതമായിരിക്കുന്ന ഉപാധിയെ വിട്ടിട്ട് സ്വന്തം ഭാവത്തെ പറ്റി ബോധവാനാകുമ്പോൾ പുരുഷൻ മുക്തനായി തീരുകയാണ് അല്ലെ. അതായത് അവ്യക്തമായിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഇതെല്ലാം വിട്ടിട്ട് നമ്മൾ പ്രകൃതിയോടുകൂടി ചേരുകയാണെങ്കിൽ നമ്മൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. രാവിലെ എഴുന്നേറ്റ് നമ്മളൊന്ന് പ്രകൃതിയിൽ പോയി നിന്ന് കുറച്ചു നേരം നമ്മളൊന്ന് ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് നല്ല തെളിവെള്ളം നമ്മൾ കിണർന്ന് കോരി കുടിക്കുകയാണെങ്കിൽ അത്രത്തോളം അടിസ്ഥാനപരമായ ഒരു കാര്യം നമ്മുടെ ശരീരത്തിന് മറ്റൊന്നുമില്ല. ഇന്നെല്ലാം ഈസി ടു ആക്സസ് ആണ്. എല്ലാം ഈസിയാണ്, നമുക്കെല്ലാം കിട്ടാനും കൊടുക്കാനും വാങ്ങൽ. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോയപ്പോൾ എന്തായി? രോഗങ്ങളും കൂടി വരാൻ തുടങ്ങി. ഈ രോഗങ്ങൾ കൂടി വന്ന എന്തുകൊണ്ടാണ്? നമ്മൾ പ്രകൃതിയുമായിട്ടുള്ള അടുപ്പം കുറച്ച് കുറച്ചപ്പോഴാണ്. പ്രകൃതിയിൽ നിന്നുള്ള തണുപ്പും നമ്മുടെ AC റൂമിലെ തണുപ്പും തമ്മിൽ വ്യത്യാസമുണ്ട്. ആലോചിച്ച് നോക്കൂ, ആ രണ്ട് തണുപ്പും വ്യത്യസ്തമായ തണുപ്പാണ്. AC-യിലെ തണുപ്പ് നമുക്ക് കൂടുതൽ രോഗം വരുത്തും. പ്രകൃതിയിലെ തണുപ്പ് എന്താണ്? നമുക്ക് ഒരിക്കലും അസുഖം വരുത്തില്ല. അപ്പൊ ഈ ഇന്ന് പ്രകൃതിയുടെ തണുപ്പ് മനുഷ്യന് സഹിക്കാൻ പറ്റാത്ത, സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ അറിവില്ലായ്മ എന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഈ സംഖ്യാദർശനം പോലെയാണ് യോഗ ദർശനവും നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടും ഒന്ന് തന്നെയാണ്. എന്താണ്? സാഖ്യദർശനവും യോഗ ദർശനവും രണ്ടും ഒന്ന് തന്നെയാണ്. സാഖ്യത്തിന് തുല്യമായിരിക്കുന്ന ജ്ഞാനമില്ല, യോഗത്തിന് തുല്യമായിരിക്കുന്ന ഫലവുമില്ല എന്ന് പറയുന്നത്. കുറച്ച് ബോറടിക്കും കേട്ടോ, എന്നാലും ജസ്റ്റ് കേട്ടിട്ട് പോകും, അത്രയും മതി, കേട്ട് പോയാൽ മതി. എനിക്കും അതാണ്, മഹാഭാരതം ഇപ്പം രാത്രി എടുക്കാൻ ഭയങ്കര മടി. കാരണം കേട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ബോറടിക്കും, ചിലവരൊക്കെ ഉറക്കം തൂങ്ങിപ്പോവും. സാറില്ല, നമുക്ക് കേട്ടിട്ട് പോവാം. എന്തായാലും നമ്മൾ എടുത്തു പോയില്ലേ, കേട്ട് പോവാം നമുക്ക്.
സാങ്ക്യത്തിന് തുല്യമായ ജ്ഞാനവുമില്ല, യോഗത്തിന് തുല്യമായ ബലവും ഇല്ല. ഇത് രണ്ടും ചേർന്ന് നിൽക്കുന്നത് എന്താണ്? ബുദ്ധി ഇല്ലാത്തവരാണ്. ഓക്കെ, ഇവ രണ്ടും ചേർന്നാണ് നിൽക്കുന്നത്. ബുദ്ധി ഇല്ലാത്തവരാണ്. ഇവയെ വേറെ വേറെയായി പറയുന്നത്. സാഖ്യയോഗവും എന്താ പറയാ, ഇതും സാഖ്യയോഗവും യോഗദർശനവും. അപ്പോൾ രണ്ടും കൂടി ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇവ രണ്ടും ചേർന്നാണ് നിൽക്കുന്നത്. ബുദ്ധിയില്ലാത്തവരാണ്. ഇവയെ വേറെ വേറെയായി പറഞ്ഞു കഴിഞ്ഞാൽ ആരാ പറയാ? അത് ബുദ്ധിയില്ലാത്തവരാണ് ഈ സാഖ്യയോഗവും യോഗദർശനത്തെയും കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നത്. യോഗ അഭ്യസിക്കുകയാണെങ്കിൽ, ഇനിയും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, യോഗ അഭ്യസിക്കുകയാണെങ്കിൽ ശ്വാസവും ഇന്ദ്രിയങ്ങളും നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ പലരും എന്താ ചെയ്യണമെന്ന് അറിയോ? നമുക്ക് നല്ല ബോഡി ഷേപ്പ് കിട്ടും, യോഗ ചെയ്താൽ മതി എന്ന് പറയും. ബോഡി ഷേപ്പിനല്ല യോഗ ചെയ്യുന്നത്. യോഗ ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ ഇന്ദ്രിയ നിയന്ത്രണത്തിന്, ശ്വസന നിയന്ത്രണത്തിന്, അതുപോലെ മനസ്സിന്റെ ഫ്ലെക്സിബിലിറ്റിക്ക്, ഇതിനു വേണ്ടിയിട്ടൊക്കെയാണ് യോഗ ചെയ്യുന്നത്. ആ നിയന്ത്രണത്തിന്റെ ഫലമായിട്ട്, നമ്മുടെ യോഗ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അണിമ, മഹിമ, ലഘിമ, ഘരിമ, ഈശത്വം, വശ്യത്വം, പ്രാപ്തി, പ്രാഗാമ്യം, ഇത് നമ്മൾ മുമ്പ് ഒരിക്കൽ പഠിച്ചിട്ടുണ്ട്. ഈ സംഭവങ്ങൾ ഇങ്ങനെ ഐശ്വര്യങ്ങളും ഒരു യോഗിക്ക് കിട്ടും. താങ്ക് യു. അപ്പൊ എന്താ കിട്ടുന്നത്? യോഗ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് എന്താ കിട്ടുന്നത്? അണിമ, മഹിമ, ലഘിമ, ഗരിമ, ഈശിത്വം, വശ്യത്വം, പ്രാപ്തി, പ്രാഗാമ്യം. ഇതാണ് 8 അഷ്ടൈശ്വര്യങ്ങൾ. യോഗ ചെയ്താൽ നമുക്ക് കിട്ടുന്ന 8 അഷ്ടൈശ്വര്യങ്ങളാണിത്. ഓക്കെ, ഈ 8 അഷ്ടൈശ്വര്യങ്ങളും എന്താ ഉണ്ടാവുന്നത്? ഒരു യോഗിക്ക് സാധ്യമാവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഈ 8 അഷ്ടൈശ്വര്യങ്ങളും ഒരു യോഗിക്ക് സാധ്യമായി കിട്ടും യോഗ ചെയ്താൽ. പക്ഷെ ആൾക്കാരെന്താ പറയാന്നറിയോ? ബോഡി ഷേപ്പ് ആവും, നല്ല നല്ല ഇതാവും, അതാവും, ഇതാവും എന്നൊക്കെ പറയും. ഒക്കെ വെറുതെയാണ്. അഷ്ടൈശ്വര്യങ്ങൾ ഒരു വ്യക്തിക്ക് സിദ്ധിക്കാൻ സാധിക്കും യോഗ ചെയ്യുന്നതിലൂടെ. അപ്പൊ ആ യോഗ എന്താ പറയുന്നത്? നല്ല ഒരു ആചാര്യന്റെ അടുത്തുനിന്ന് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു വ്യക്തിയുടെ അടുത്തുനിന്ന് ചെയ്യണം. നമ്മൾ നെറ്റിലൊക്കെ നോക്കി ചെയ്യുമ്പോൾ ചില സമയത്ത് ഒരു പ്രശ്നമുണ്ട്. എന്താ അറിയാം? അത് കൃത്യമല്ല എങ്കിൽ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ ഒരു ഗുരുമുഖത്ത് നിന്ന് വേണം എപ്പോഴും യോഗാഭ്യാസം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സ്ഥൂല ശരീരത്തിലും സൂക്ഷ്മ ശരീരത്തിലും, അതായത് നമ്മുടെ സ്ഥൂലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം, നമ്മളിങ്ങനെ തൊട്ടാൽ അറിയുന്ന ശരീരത്തിലും, സൂക്ഷ്മ ശരീരം എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ്? ഹഠയോഗ. സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ആത്മാവ്. ഈ 2 ശരീരത്തിലും യോഗിക്ക് ലോകത്തിലെങ്ങും സഞ്ചരിക്കാൻ പറ്റും. സ്ഥൂല ശരീരം കൊണ്ടും സഞ്ചരിക്കാൻ പറ്റും, സൂക്ഷ്മ ശരീരം കൊണ്ടും ഒരു യോഗിക്ക്, അതായത് യോഗ ചെയ്യുന്ന, കൃത്യമായി ചെയ്യുന്ന ഒരു യോഗിക്ക് സഞ്ചരിക്കാൻ പറ്റും. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഒന്നുകൂടി പറഞ്ഞുതരാം. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നീ 8 അംഗങ്ങളോട് കൂടിയതാണ് യോഗം എന്ന് പറയുന്നത്. ഓക്കെ, എന്നിങ്ങനെ 8 അംഗങ്ങളോട് കൂടിയതാണ് എന്ത്? യോഗം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ യോഗ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പഠിക്കാൻ ശ്രമിക്കുക. ഇല്ല എങ്കിൽ നമുക്ക് എന്താവും? നമുക്ക് പലപ്പോഴും തെറ്റുകൾ സംഭവിക്കും. അപ്പോൾ പ്രാണായാമം കൊണ്ട് പ്രാണനെ നിയന്ത്രിക്കലാണ് അതിൽ പ്രധാനം. പ്രാണായാമം കൊണ്ട് പ്രാണനെ നിയന്ത്രിക്കണം. എന്താ ബിന്ദുമ്മേ? പ്രാണായാമം കൊണ്ട് എന്താ നിയന്ത്രിക്കുക? ഉറങ്ങാണോ? പ്രാണായാമം കൊണ്ട് എന്താ നിയന്ത്രിക്കുക? മനസ്സോ? പ്രാണായാമം കൊണ്ട് എന്ത് നിയന്ത്രിക്കും? പ്രാണായാമം കൊണ്ട് ബിന്ദുമ്മ രാവിലെ ചെയ്യാറില്ലേ? ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിട്ട് ചെയ്യാറില്ലേ? അതുകൊണ്ട് നമ്മൾ എന്താ നിയന്ത്രിക്കുക? എന്താ നിയന്ത്രിക്കുക? പ്രാണനെ. എന്താ? പ്രാണനെ. വിശക്കുണ്ടോ? പ്രാണായാമം കൊണ്ട് നമ്മുടെ പ്രാണനെ നിയന്ത്രിക്കാൻ പറ്റും. ബിന്ദമ്മ തുളസി നന്നാക്കാം നാളെ രാവിലത്തേക്ക്. പ്രാണായാമം കൊണ്ട് പ്രാണനെ നിയന്ത്രിക്കലാണ് പ്രധാനം. പ്രാണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശ്വാസം. ശ്വാസോച്ഛ്വാസം കൃത്യമായി കഴിഞ്ഞാലാണ് നമുക്ക് രക്തയോട്ടം കൃത്യമാവുന്നത്. രക്തയോട്ടം കൃത്യമായി കഴിഞ്ഞാൽ എന്തായി? നമുക്ക് അസുഖങ്ങൾ വരുന്നത് കുറയും, ഉറക്കമെല്ലാം കറക്റ്റായിട്ട് കിട്ടും, കൂടുതൽ ചിന്തകൾ നമ്മുടെ മനസ്സിനെ അലട്ടില്ല. ഓക്കെ, തന്മൂലം മനസ്സിനെയും നിയന്ത്രിച്ചിട്ട് അനന്തമായ ഒരു ശക്തി നമുക്ക് ലഭിക്കും.
മനസ്സിലാവുന്നുണ്ട്. പ്രാണായാമം കൊണ്ട് പ്രാണനെ നിയന്ത്രിച്ച് നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ഒരു ഏകാഗ്രമായ അവസ്ഥയിൽ വന്ന് ഒരു സമാധാനം കിട്ടിയിട്ട് നമുക്ക് എന്താ ഉണ്ടാവുന്നത്? അനന്തമായ ഒരു ശക്തി നമുക്ക് ലഭിക്കും. ഓക്കെ, യോഗി, സമാധി പ്രാപിച്ച യോഗി ആനന്ദം അനുഭവിക്കുന്നവനായി സംതൃപ്തനായി കാറ്റില്ലാത്ത സ്ഥലത്ത് കത്തുന്ന വിളക്ക് പോലെ നിശ്ചലമായിട്ട് ഇങ്ങനെ ഇരിക്കും, ഒരു സന്തോഷഭാവത്തിൽ. ഒരു യോഗി, അതാണ് നമ്മൾ ഈ യോഗീശ്വരന്മാരെ പോലെയുള്ള എന്താ പറയുക അവധൂതന്മാരെ പോലെയുള്ളവരൊക്കെ കാണുമ്പം അവരുടെ മുഖത്ത് ഇങ്ങനെ എന്താ പറയുക പാർലറിൽ പോയില്ലെങ്കിലും വേറെ ഒന്നുമില്ലെങ്കിലും അവരുടെ മുഖത്ത് നല്ലൊരു തേജസ് ഉണ്ടാവും. അവർ സമയത്തിന് കഴിക്കുന്നോ കുടിക്കുന്നോ ഇല്ല ഒന്നുമില്ലെങ്കിൽ അവർക്കൊരു തേജസ് ഉണ്ട്. അത് അവർ പ്രാണായാമം കൊണ്ട് നേടിയെടുക്കുന്നതാണ്. മനസ്സിലായില്ലേ? വൃന്ദാവന യാത്രയുടെ ക്ഷീണത്തിലാണ് ബിന്ദുമ്മ. അവിടെ പോയി രാധാറാണിയുടെ അവിടെ പോയി ഡാൻസ് ഒക്കെ കളിച്ച്, എനിക്ക് നീ ചുരിദാർ മതി അമ്പിളിക്കുട്ടി, സാരി ഒന്നും വേണ്ട. നമ്മുടെ രേഖ അനിൽകുമാർ മാതാജി വന്നിട്ടുണ്ടായിരുന്നു വൃന്ദാവന യാത്രയിൽ. അപ്പൊ രേഖാമ്മ എവിടെ പോയിട്ടാ മുടി വെട്ടിയത്? തിരുപ്പതിയിൽ. അപ്പോൾ രേഖാമ്മ തിരുപ്പതിയിൽ പോയിട്ട് അങ്ങ് മുടിയൊക്കെ വെട്ടി സെറ്റപ്പ് ആയപ്പോഴേക്കും അളിയനൊരു താല്പര്യം, ഒന്ന് എന്താ പറയാ ചുരിദാറൊക്കെ ഇട്ട് ഒന്ന് മുടിയൊക്കെ ഒന്ന് ബോയ് കട്ട് അടിച്ചിട്ടൊന്ന് നടക്കണം. നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ, മുഖം നോക്കട്ടെ, കാണിക്കണോ? ഒന്ന് മുടിയൊക്കെ ഒന്ന് ബോയ് കട്ട് അടിച്ച് നടക്കണം എന്നൊരാഗ്രഹം എന്നോടിന്ന് പറയായിരുന്നു. ഞാൻ ഇനി ചുരിദാറേ ഇടുന്നുള്ളൂ, എനിക്ക് മുടിയൊക്കെ ആ മാതാജി വെട്ടിയ പോലെ ഒന്ന് വെട്ടി തന്ന ഉപകാരം, ഇങ്ങനെ ലെയർ കട്ടൊക്കെ ഒന്ന് അടിക്കാനേ. ഞാൻ പറയാം അടിപ്പിച്ചിട്ടായിരുന്നു, ഒരാഗ്രഹമല്ലോ. ശരി, ഓക്കെ, ഭംഗിയുണ്ടാവും, ലെയർ കട്ട് അടിച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ എന്താ ഉണ്ടാവുന്നത്? കാറ്റില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ആ വിളക്ക് ഇങ്ങനെ നിശബ്ദമായി കത്തുന്നത് പോലെ ഒരു യോഗിക്ക് പ്രാണായാമം, കൃത്യമായ യോഗ കൊണ്ട് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും എല്ലാം നിയന്ത്രിച്ച് ഒരു എന്താ പറയാ സ്വസ്ഥമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. സമാധിയായിട്ട് ആനന്ദം അനുഭവിച്ചിരിക്കാൻ പറ്റും. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും അവരെ എന്ത് ചെയ്യില്ല, അവർ കേൾക്കില്ല. മനസ്സിലായില്ലേ? ഏകാഗ്രത കൊണ്ട് ആത്മാനുഭവം നേടിയിട്ട്, അതായത് മനസ്സിന്റെ സന്തോഷം ഇങ്ങനെ നേടിയിട്ട് അവൻ നിത്യതൃപ്തനും, അതായത് നിത്യവും തൃപ്തമായിക്കൊണ്ട് കർത്തവ്യരഹിതനുമാകുന്നു എന്നാ പറയുന്നത്. എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്ത് അവർക്ക് ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരവസ്ഥയിൽ ഒരു എന്താ പറയാ അടിത്തറ നമ്മൾ പറയില്ലേ, നമ്മൾ ഹാപ്പിയാണ്, ആ അവസ്ഥയിൽ അങ്ങിരിക്കും. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും മനസ്സിനെ അലട്ടില്ല. കൃത്യമായി പ്രാണായാമം ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും നമ്മൾ രാവിലെ ആയിരിക്കും ബെസ്റ്റ്. ഉറങ്ങി എഴുന്നേറ്റ് നമ്മളിങ്ങനെ കുറേ ടൈറ്റുള്ള ഇന്നേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി ലൂസ് ഡ്രസ്സുകളൊക്കെ ഇട്ട് ഒന്ന് സ്വസ്ഥമായിട്ട് നല്ല ഓപ്പൺ പ്ലേസിൽ, ഇപ്പോൾ റൂമിലൊക്കെ ഇരുന്ന് നമുക്കൊരു അടഞ്ഞുകൂടിയ ഫീൽ അല്ലേ, ഓപ്പൺ പ്ലേസിൽ എവിടെയെങ്കിലും പോയിരുന്ന് നിവർന്നിരുന്നിട്ടൊന്ന് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ച് വീണ്ടും പുറത്തേക്ക് വിട്ട് വീണ്ടും ഹോൾഡ് ചെയ്ത് വെച്ച് ആ ഒരു മനസ്ഥിതിയിലൂടെ കുറച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ തലച്ചോറ് മുതൽ കാല് വരെയുള്ള നമ്മുടെ എന്താ പറയുക ഈ ബ്ലഡ് സർക്കുലേഷനൊക്കെ കറക്റ്റായി ഫുൾ നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ എത്തുമ്പോൾ തന്നെ നമുക്ക് കുറേ പ്രശ്നങ്ങൾ തീരും. നമ്മുടെ മനസ്സിനൊരു ഏകാഗ്രത കിട്ടും. ഈ എന്താ പറയുക തിങ്ങി പിടിച്ച മനസ്സിൻ്റെ ആ വിങ്ങലില്ലേ, അതൊക്കെ ഒന്ന് മാറി നമ്മൾ ഒരു റിലാക്സ് ആയിട്ടുള്ള ഒരു മൈൻഡിലേക്ക് നമ്മൾ എത്തും. കുറേ നമുക്ക് മനസ്സ് റിലാക്സ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ മൈൻഡ് റിലാക്സ് ചെയ്യാനുള്ള വഴി നോക്കുക. ആദ്യം മനസ്സ് എല്ലാത്തിനും കാരണമാണ്, മനസ്സിലാവുന്നുണ്ടോ? അപ്പം മൈൻഡ് റിലാക്സ് ആയാൽ തന്നെ ഒരുപാട് രോഗങ്ങൾക്ക് സമാധാനം കിട്ടും. അതാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണും കൈയും കാലും ഒക്കെ ഓരോ സ്ഥലത്ത് പോയി അങ്ങനല്ല, ഒരു 5 മിനിറ്റ് ആണെങ്കിൽ ആ 5 മിനിറ്റ് നിശബ്ദമായി നിന്ന് ഈശ്വരനും നമ്മളുമായിട്ടുള്ള ഒരു സംവാദം, അവിടെ ഇല്ലാത്തതിൻ്റെ എണ്ണിപ്പറക്കലുകൾ ഒഴിവാക്കിയിട്ട് നിശബ്ദമായി നിൽക്കുക. നമ്മളുടെ ശരീരത്തിലെ രക്തക്കുഴലുകളെ കൃത്യമായി കെട്ടി വരിങ്ങി ഇങ്ങനെ സെറ്റപ്പ് ചെയ്യാൻ കഴിഞ്ഞ ഭഗവാന് നമ്മുടെ ആവശ്യങ്ങളും അറിയാം. അതാദ്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഓരോ പ്രയാസങ്ങളും അറിയാം, ഓരോ ആവശ്യങ്ങളും അറിയാം, അപ്പോൾ നമ്മുടെ അവസ്ഥകളും അറിയാം. അപ്പോൾ ആ ഈശ്വരന് മുമ്പിൽ സ്വസ്ഥമായി ഒന്ന് കണ്ണടച്ച് നിൽക്കുക, ഏകാഗ്രമായിരിക്കുന്ന മനസ്സോടുകൂടി. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ നല്ല ക്രൗഡായിരിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് ഇങ്ങനെ നോക്കി കാണാൻ പറ്റിയാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു സുഖം കിട്ടില്ല അല്ലേ? അതേസമയം നല്ല നിശബ്ദമായ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ കുറച്ചേരി ഇരിക്കുകയാണെങ്കിൽ രണ്ടും രണ്ട് ഫീലാണ്. അത് അനുഭവിച്ചറിയണം നമ്മൾ.
ഭയങ്കരമായിട്ട് നമ്മൾ അനുഭവിച്ചറിയും ആ ഫീൽ. അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ആ രണ്ട് അനുഭൂതിയും തിരിച്ചറിയാൻ സാധിച്ചാൽ പ്രാർത്ഥനയുടെ ഗുണം എന്താണെന്ന് മനസ്സിലാവും. ക്ലിയർ? നിശബ്ദമായി ഏകാഗ്രമായി നമ്മൾ എന്താ പറയുക, കിടക്കുന്ന ആ ബെഡിൽ തന്നെ ഇരുന്നു കൊണ്ട് നമ്മൾ ഒന്ന് ഭഗവാനോട് സ്മരിക്കുകയാണെങ്കിലും നമുക്കൊരു സുഖം കിട്ടും. ആ ഒരു ഫീൽ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ജീവിതത്തിൽ. പ്രത്യേകിച്ച് എന്താ പറയുക, ഒന്നിനോടും നമ്മൾ അധികം പ്രതികരിക്കാതിരിക്കുക. എന്തും വട്ടെവർ മേ ബി നമ്മൾ നിശബ്ദമായി പോകാൻ ശ്രമിക്കുക. ഓർമ്മശക്തി കിട്ടാനും ഇത് നല്ലൊരു വഴിയാണ്. നമ്മുടെ ബോഡിയിലെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായാൽ തന്നെ എല്ലാം ബെസ്റ്റാവും. പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ് അത് കുറച്ചും കൂടി ശ്രദ്ധിക്കുക. രാവിലെ പുട്ട്, ദോശ, ചപ്പാത്തി, ഇഡ്ഡലി, ഉപ്പുമാവ്, അങ്ങനെ കുറേ ഐറ്റംസ്, മേ ബി എനിക്ക് തോന്നുന്നു ഇതൊക്കെ തന്നെയാണ്. ഊത്തപ്പം, നൂൽപ്പിട്ട്, അങ്ങനെ കുറേ ഐറ്റംസ് ആണ് രാവിലെ. ഉച്ചയ്ക്ക് ആസ് യൂഷ്വൽ ചോറ്. വൈകിട്ട് ഒരു ചായ, ഇല്ലെങ്കിൽ ഒരു കാപ്പി, ഒരു ഏത്തക്ക, ഇല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ബേക്കറി ഐറ്റംസ്. രാത്രിയിൽ ഇപ്പോൾ ഷുഗറുണ്ട്, ചപ്പാത്തി, ഇല്ലെങ്കിൽ കഞ്ഞി ഗോതമ്പത്തിൻ്റെ, അതും അല്ലെങ്കിൽ ചോറ്. ഇതാണ് നമ്മുടെ പൊതുവെ കേരളൈസിൻ്റെ 4 നേരത്തെ ഫുഡ് ഇതാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാവിലെ കുറച്ച് ഓട്സ്. ചിലപ്പോൾ അയ്യോ മാതാജി അത്രയ്ക്കൊന്നും വാങ്ങാനുള്ള ശക്തിയില്ല, പൈസയില്ല, വേണ്ട. രാവിലെ ഈ കഴിക്കുന്ന സാധനങ്ങളുടെ ഒക്കെ എമൗണ്ട് തന്നെയാണ് അതിനും വരുന്നത്, ഇല്ലേ? 11 മണിക്ക് ഉച്ചയ്ക്ക് നല്ല ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി, കുറേ വെജിറ്റബിൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി, പിറ്റേന്നാകുമ്പോൾ അതെടുത്ത് ബാസ്ക്കറ്റിലിടും. ആലോചിച്ചു, കുറച്ചെങ്കിലും എടുത്ത് കളയും. അതിനും പകരം ക്വാണ്ടിറ്റി കുറച്ചുണ്ടാക്കിയിട്ടിട്ട് ആ പച്ചക്കറി, ആ ക്യാരറ്റ് എടുത്ത് ജ്യൂസ് അടിക്കുക. വെറുതെ ഒന്ന് തോല് ചീവി കട്ട് ചെയ്ത് ഇച്ചിരി പഞ്ചസാര അല്ലെ ഇട്ടാലിട്ടില്ലേലും കുഴപ്പമില്ല, അടിച്ചു കുടിച്ചാൽ അതൊരു ഹെൽത്തിയാണ്. ഈവനിങ് ഈ എന്താ പറയുക, ഇങ്ങനെ കുറേ ബേക്കറി ഐറ്റംസ് അടിച്ച് കയറ്റാണ്ട് ഒരു 2-3 നട്ട്സ്, അല്ലെങ്കിൽ ഒരു 2 ഈന്തപ്പഴം, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കഴിച്ച്, അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഹെൽത്തി ആയിട്ട് ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. അതുപോലെ കുറച്ച് വെള്ളം നമ്മൾ സാധനം തൊടില്ല. അപ്പോൾ ഇത്രയും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് എനിക്ക് വന്ന വയ്യായികം നോക്കൂ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒന്ന് വ്യത്യസ്തമായിട്ട് നമ്മളൊന്ന് ടൈമിങ്ങും എല്ലാം ഒന്ന് വെച്ച് നമ്മളൊന്ന് ഇതാക്കണം. ഇപ്പം എൻ്റെ ഒക്കെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ച് എനിക്ക് ഫുഡ് ടൈമിന് കഴിക്കാൻ പറ്റില്ല, അതെങ്ങനെ ശ്രമിച്ചാലും പറ്റില്ല. അതേസമയം നിങ്ങൾക്ക് പലർക്കും വീട്ടിലിരിക്കുന്നവർക്ക് ഫുഡ് ടൈമിന് കഴിക്കാൻ പറ്റും. അതുപോലെ ഒന്ന് എക്സസൈസ് ചെയ്ത് ഫുഡ് കഴിച്ച് ഉടനെ അയ്യോ വയ്യേ കിടന്നാ മതിയേ എന്നും പറഞ്ഞ് പോയി കിടക്കുമ്പോൾ ഇങ്ങനെ മെഷീനിട്ട് ഇങ്ങനെ അരയ്ക്കണം. നമ്മളെ കുറേ ലോഡ് കൊണ്ടുപോയി മിക്സിക്കകത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ മിക്സി അരയാൻ പാടുപെടുന്ന പോലെ നമ്മുടെ ശരീരവും പാടുപെടും. അപ്പോഴത്തേക്ക് നമ്മൾ കുറേ വാർദ്ധക്യാവസ്ഥയിലേക്ക് പോകും, അസുഖങ്ങളാവും. അതൊന്നും വേണ്ട. ഇതിൽ നിന്നൊക്കെ ഒന്ന് വ്യത്യസ്തമായി ചെറിയ ചെറിയ വ്യായാമങ്ങൾ, കൈയൊക്കെ ഒന്ന് തിരിക്കുക, കാലൊക്കെ ഒന്ന് തിരിക്കുക, ഒരു ഇച്ചിരി നടക്കുക, ചൂലെടുത്തൊന്ന് മെറ്റടിക്കുക, അതിനുള്ള ജോലിക്കാരെ അങ്ങോട്ട് മാറ്റി വെക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ, അയ്യോ എനിക്ക് ഭയങ്കര നടുവേദന, തറയിലിരുന്ന് തുടക്കാൻ പറ്റില്ല. ഡെയിലി തറയിലിരുന്ന് തുടയ്ക്കുന്ന സർവൻസിന് തുടക്കാൻ പറ്റുന്നു, നമുക്ക് പറ്റുന്നില്ല, എന്തുകൊണ്ട്? അപ്പോൾ കുറേയൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാൽ, മോട്ടർ ഇട്ടിട്ടേ വെള്ളം പിടിക്കുമെന്ന് പറയുന്ന ഒരു 10 ബക്കറ്റ് വെള്ളം കിണറ്റിൽ നിന്ന് കോരാൻ നമ്മൾ ശ്രമിച്ചാൽ ഒരു ആയാസം കിട്ടുമ്പോൾ നമ്മുടെ ശരീരവും കുറച്ച് ഫ്ലെക്സിബിൾ ആവും. മനസ്സിലാവുന്നില്ലേ? അങ്ങനെയൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലൈഫും കുറേ മാറും. ഞാൻ വെറുതെ പറയും, ഇപ്പം എന്ത് തിരക്കുണ്ടെങ്കിലും ശരി, ഇതേ ബിന്ദുമ്മയ്ക്കൊക്കെ അറിയാം, ഞാൻ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ വീട്ടിൽ ഞാൻ കുക്ക് ചെയ്യും. ഞാൻ കുക്ക് ചെയ്ത് വീട്ടിലെ ജോലി, പലരും ഉച്ചയ്ക്കൊക്കെ വിളിക്കും, പറയും അതായത് ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക, തിരിച്ചു വിളിക്കാന്ന് പറയും. നമുക്ക് 1 മിനിറ്റ് ആവില്ല സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യാം, പക്ഷെ എനിക്ക് ആ ഫുഡ് ഇഷ്ടമല്ല. നമുക്ക് 2 നേരമാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ 3 നേരമാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അത് നമ്മൾ ഉണ്ടാക്കി, നമ്മൾ കഴിച്ച്, നമ്മളെ വീട് നമ്മൾ ക്ലീൻ ചെയ്ത് അതിനൊരു ജോലിക്കാരെ വെക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ജോലിക്കാരില്ലല്ലോ. അങ്ങനെയൊക്കെ നമ്മൾ കുറേ ശീലിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവുന്ന കാണാൻ പറ്റും. ഇത് നമ്മൾ ഇരിങ്ങാപ്പാറ പോലെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലും പല അസുഖങ്ങളും വരും. ഓക്കെ, അപ്പം അതൊക്കെ ഒന്ന് കുറച്ച് ശ്രദ്ധിക്കുക, നടുനിവർത്തിയിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ എന്താ പറയുക, ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട് മഞ്ജരീസിലൂടെ തന്നെ. അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് വായിക്കുക, പറമ്പിലും പാടത്തൊക്കെ ഒന്ന് നടക്കുക, കുറേയൊക്കെ കൃഷി ചെയ്യുന്ന പരിപാടികൾ ചെയ്യുക. അങ്ങനെ എല്ലാത്തിലും നമ്മൾ എൻഗേജ്ഡ് ആകും. ഉറങ്ങാനും എഴുന്നേക്കാനും ഒരു സമയം കണ്ടെത്തുക, എനിക്കൊന്നും അത് നടക്കാത്ത കാര്യമാണ്. കാരണം ഉത്തരവാദിത്തങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞാലേ രാത്രി മെസ്സേജ് നോക്കാൻ പറ്റും. അത് നോക്കി ചിലപ്പോൾ ഞാൻ ആ സ്ഥലത്ത് തന്നെ ഇരുന്ന് ഉറങ്ങും. അപ്പോൾ ബിന്ദുമ്മ വന്ന് വിളിക്കാം, വിളിക്കൂട്ടാ സമയം 12 കിടക്കും. വീണ്ടും എഗെയിൻ ഒരുപാട് പേര് പ്രാർത്ഥന റിക്വസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ കിടന്നാൽ അത് പ്രാർത്ഥിക്കണ്ടേ, കിച്ചുവിന് ഫുഡ് കൊടുക്കണ്ടേ? അപ്പം അങ്ങനെയൊക്കെ തോന്നുമ്പോൾ എത്ര ഉറങ്ങിയാലും കണ്ണിങ്ങനെ പോലെ. എനിക്ക് കുറച്ച് മാസങ്ങൾ ഞാനങ്ങ് നല്ല ലേസി ആയിരുന്നു, കുറേ മാസങ്ങൾ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും പഴയ ആ റൊട്ടീൻ ലൈഫിലേക്കായി. അപ്പം അങ്ങനെയൊക്കെ നമ്മളും നമ്മുടെ ലൈഫ് കുറേ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമുക്കും ഒരു റിലാക്സേഷനാണ്, മനസ്സിലായില്ലേ? നല്ല സൗഹൃദങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക,
ഇഷ്ടമുള്ളവരോട് സംസാരിക്കുക, പാട്ട് കേൾക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറേ നമ്മളെ ലൈഫിൽ മാറ്റം വരും. നമ്മൾ ചിന്തിക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക, ഇഷ്ടമല്ലാത്ത സാഹചര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. അത് വ്യക്തികളോടുള്ളതാണെങ്കിലും ശരി, അല്ലാത്തതാണെങ്കിലും ശരി. ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് പോകാതിരിക്കുക, ഇഷ്ടമില്ലാത്ത വ്യക്തികളോട് സംസാരിക്കാതിരിക്കുക. നമ്മൾ ആ സിറ്റുവേഷൻ, ആർഗ്യുമെന്റിനേക്കാൾ നല്ലതാണ് ആ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അഭിപ്രായ വ്യത്യാസങ്ങൾ ആരിലും ഉണ്ടാകാം, പക്ഷെ ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ കിടന്നിട്ട് ഉരുണ്ട് മറിഞ്ഞ് അങ്ങോട്ട് വാഗ്വാദം, ഇങ്ങോട്ട് വാഗ്വാദം, വഴക്ക്, പ്രശ്നം, മൊബൈലെടുത്ത് അവിടെ വിളിച്ച് ഇവിടെ വിളിച്ച് പ്രശ്നങ്ങൾ, ഇതെല്ലാം മാറ്റി നിർത്തിയിട്ട് ആ ഭാഗമേ ഒഴിവാക്കുക. മനസ്സിലായി? ആ ഭാഗമേ അങ്ങോട്ട് ഒഴിവാക്കുക. നമ്മൾ റിലാക്സ് ആയിരിക്കുക, നമ്മൾ ഹാപ്പി ആയിരിക്കുക. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ വിജയത്തിനുള്ള ഏറ്റവും ബേസ്മെന്റ് എന്ന് പറയുന്നത്. ആർക്കും വഴക്കിടാനും ബഹളം വയ്ക്കാനും പറ്റും, നിശബ്ദമായിരിക്കാൻ എത്ര പേർക്ക് പറ്റും? അത്രയും മനോനിയന്ത്രണം ഉള്ളവർക്ക് നിശബ്ദമായിരിക്കാൻ പറ്റും. ആ മനോനിയന്ത്രണത്തിലാണ് ഈശ്വരൻ ഇരിക്കുന്നത്. നമ്മളെ പ്രവോക്ക് ചെയ്യുന്ന പലതും ചിലപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ പറയുമായിരിക്കും. മിണ്ടാണ്ടിരിക്കുകയെന്നേ അതിനൊരു ആൻസർ ഉള്ളൂ. മിണ്ടാതിരുന്നിട്ട് അങ്ങോട്ട് കേൾക്കുക, അതാണ് അതിനൊരു ആൻസർ. മനസ്സിലായില്ലേ? ആർഗ്യുമെന്റ് കൊണ്ട് നമ്മൾ എവിടെ എത്തൂല. വാഗ്വാദങ്ങൾ നടത്താൻ എളുപ്പമാണ്, അതുകൊണ്ട് എവിടെ എത്തൂല. മാക്സിമം സൈലന്റ് ആയിരിക്കുക. ആ സൈലൻസ് ആണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോ എന്താ പറയുന്നത്? യാജ്ഞവൽക്യൻ വീണ്ടും പറയണം, സ്വന്തം കഥ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ്? ഞാൻ ആദ്യകാലത്ത്, യാജ്ഞവൽക്യൻ പറയാണോ, പഴയ കാലത്ത് അദ്ദേഹത്തിന്റെ ആദ്യകാലത്ത് സൂര്യനെ കുറിച്ച് കഠിനമായ തപസ് ചെയ്തു. സൂര്യദേവനെ കഠിനമായ തപസ് ചെയ്തു. സൂര്യൻ എന്ത് ചെയ്തു? സന്തുഷ്ടനായിട്ട് പ്രത്യക്ഷപ്പെട്ടു യാജ്ഞവൽക്യന്റെ അടുത്ത്. യജുർവേദം മുഴുവൻ എനിക്ക് പറഞ്ഞു തരണമെന്ന് ആര് പറഞ്ഞു? യാജ്ഞവൽക്യൻ സൂര്യദേവനോട് പറഞ്ഞു. എന്നിട്ടോ അദ്ദേഹം പറഞ്ഞു, സരസ്വതീ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാ വേദഭാഗങ്ങളും ശാഖോപശാഖങ്ങളോടും ഉപനിഷത്തുകളോടും കൂടി നിന്നിൽ പ്രകാശിക്കുന്നു സൂര്യദേവൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? യാജ്ഞവൽക്യനോട് പറഞ്ഞു, സരസ്വതി ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാ വേദങ്ങളും ഉപനിഷത്തുകളും അതുപോലെ എല്ലാ കാര്യങ്ങളും ശാഖോപശാഖങ്ങൾ, അതായത് അധ്യായങ്ങളോടുള്ള അധ്യായങ്ങൾ എല്ലാം നിന്നിൽ പ്രകാശിക്കും. ഇതിപ്പോ വിശക്കുണ്ടോ? ഉണ്ടെങ്കിൽ പോയി കഴിക്കേ. പോ, ഞാൻ പിന്നെ കഴിച്ചോളാം, പൊക്കോ. 12:30 കഴിച്ചല്ലേ? ശാഖോപശാഖകളും എല്ലാം എന്താണ്? നിന്നിൽ പ്രകാശിക്കുന്നു പറഞ്ഞു. ഓക്കെ, അവസാനം നിനക്ക് എന്ത് കിട്ടും? മോക്ഷം ലഭിക്കുന്നു പറഞ്ഞു. ഇങ്ങനെ അനുഗ്രഹിച്ചിട്ട് സൂര്യദേവൻ അങ്ങ് മറഞ്ഞുപോയി. അപ്പോ ഞാൻ വീട്ടിൽ മടങ്ങിയെത്തി. ആരാണ്? യാജ്ഞവൽക്യൻ. സൂര്യദേവനോട് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് മടങ്ങിയെത്തി. എന്നിട്ടോ സരസ്വതി ദേവിനെ ഇരുന്ന് ധ്യാനിക്കാൻ തുടങ്ങി. സരസ്വതി പ്രസാദം കൊണ്ട്, അതായത് സരസ്വതി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ ശതപഥ ബ്രാഹ്മണം മുഴുവൻ എന്തായി? പരിഷ്ഠിത്വത്തോടുകൂടി എഴുതി തീർത്തു. യാജ്ഞവൽക്യൻ എഴുതി തീർത്തു. ആ ശതപഥം ഞാൻ 100 ശിഷ്യന്മാരെ പഠിപ്പിച്ചു. യാജ്ഞവൽക്യൻ 100 ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അത് എൻ്റെ അമ്മാവനായ വൈശംഭായന് തീരെ ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ യാജ്ഞവൽക്യന്റെ അമ്മാവനാണ് ആര്? വൈശംഭായൻ. വൈശംഭായന് അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും രാജാവേ, അതായത് ധർമ്മപുത്രയാണ്, യുധിഷ്ഠിരനെയാണ് രാജാവേ എന്ന് വിളിക്കുന്നത്. എങ്കിലും രാജാവേ, അങ്ങയുടെ അച്ഛന്റെ യാഗശാലയിൽ വെച്ചുണ്ടായ വലിയ ഒരു തർക്കത്തില് അമ്മാവനോടൊപ്പം ഞാനും ദക്ഷിണ പങ്കിട്ടെടുത്തു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വേദജ്ഞാനത്തിൽ തുല്യരായി മാറി. മനസ്സിലായില്ലേ? യാജ്ഞവൽക്യനും അദ്ദേഹത്തിന്റെ അമ്മാവനായ വൈശംഭായനും ഒരു വേദശാലയിൽ വെച്ചിട്ട് തർക്കശാസ്ത്രം കേട്ടിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ദക്ഷിണ കിട്ടിയപ്പോൾ ഇവർ രണ്ടുപേരും ഷെയർ ചെയ്തെടുത്തു. അങ്ങനെ രണ്ടുപേരും എന്തായി? വേദജ്ഞാനത്തിൽ തുല്യരായി തീർന്നു. വേദം പകുത്ത് 4 കർമ്മത്തിൽ വ്യാസനെ സഹായിച്ചിരുന്നതും സുമന്ത്രൻ, പൈലൻ, ജൈമിനി, വൈശംഭായൻ എന്ന് പറയുന്ന 4 ശിഷ്യന്മാരായിരുന്നു. ആരാണ്? വേദം പകുത്ത് 4 കർമ്മം. 4 വേദങ്ങളില്ലേ നമുക്ക്? ആ വേദം, ആദ്യം ഒരു വേദം, ഓക്കെ, ആ ഒരു വേദത്തെ 4 വേദങ്ങളാക്കുന്ന ഒരു അവസ്ഥ വന്നപ്പം, അത് സഹായിക്കുക. ആ വേദങ്ങളെ 4 ആക്കി മാറ്റുന്ന ഒരു ഇത് വന്നപ്പം, ആ 4 വേദങ്ങളെയും കൂടെ, അല്ല സോറി, ഒരു വേദത്തെ 4 ആക്കി മാറ്റുന്ന ആ ഒരു സംഭവത്തില് സുമന്ത്രൻ, പൈലൻ, ജൈമിനി, വൈശംഭായൻ. ഓക്കെ, പിന്നെ എനിക്ക് കുറച്ച് വെള്ളം എടുത്തരാവും.
താങ്ക് യു. വൈശംപായനൻ എന്ന 4 ഋഷികൾ ഉണ്ടായിരുന്നു. ഓക്കെ, വ്യാസദേവനെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കല് പൈലനും നമ്മുടെ ഞാനും കൂടി, ഞാനെന്ന് പറയുന്ന ആരാണ്? യാജ്ഞവൽക്യൻ. പൈലനും യാജ്ഞവൽക്യനും കൂടി വലിയൊരു തർക്കം ഉണ്ടായി. അതിൽ വിജയം കിട്ടുന്ന ഉറപ്പായപ്പോ പൈലൻ എന്ത് ചെയ്ത്, പൈലന്റെ ഗുരുവായ വ്യാസൻ പറഞ്ഞു, എന്നോട് അദ്ദേഹം പഠിപ്പിച്ച വേദഭാഗങ്ങളെല്ലാം മടക്കി കൊടുക്കാൻ പറഞ്ഞു. എന്ത് ചെയ്തു? വേദങ്ങളെല്ലാം മടക്കി കൊടുക്കാൻ പറഞ്ഞു യാജ്ഞവൽക്യനോട്. അവിടെ വെച്ചാൽ ഉടനെ വേദങ്ങളെ മുഴുവൻ വ്യാസന്റെ മുമ്പിൽ അങ്ങ് ഛർദ്ദിച്ചു കൊടുത്തു. പഠിച്ചതൊക്കെ മടക്കി കൊടുക്കാൻ പറയുമ്പോൾ ഛർദ്ദിച്ചു കൊടുക്കാന്നല്ലേ നിവർത്തിയുള്ളൂ. ഛർദ്ദിച്ചങ്ങ് തള്ളി. എന്നാൽ ഋഷിമാരെന്ത് ചെയ്തു? തിത്തിരി പക്ഷികളുടെ രൂപത്തിൽ, തിത്തിരി പക്ഷി എന്ന് പറഞ്ഞാൽ എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ തിത്തിരി പക്ഷിയുടെ രൂപത്തിൽ വന്നിട്ട്, പറന്ന് വന്നിട്ട് ഈ യാജ്ഞവൽക്യൻ ഛർദ്ദിച്ച് വേദഭാഗങ്ങളെല്ലാം കൊത്തി 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 തിന്നാൻ തുടങ്ങി. ഇത് ഋഷിമാരാണ് കേട്ടോ. ഋഷിമാര് വന്നിട്ട് തിത്തിരി പക്ഷികളുടെ രൂപത്തിൽ വന്നിട്ട് യാജ്ഞവൽക്യൻ ഛർദ്ദിച്ച വേദങ്ങളെയെല്ലാം കൊത്തി 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 വിഴുങ്ങാൻ തുടങ്ങി. അതാണ് പിന്നീട് തൈത്തരീയ ശാഖ എന്ന പേരിൽ പ്രസിദ്ധമായത്. തൈത്തരീയ ശാഖ നമ്മൾ കേട്ടിട്ട് പോലില്ല അല്ലെ. ആ ഋഷിമാര് കൊത്തി കൊത്തി തിന്ന വേദങ്ങളാണ് പിന്നീട് തൈത്തരീയ ശാഖ എന്ന പേരിൽ പ്രശസ്തമായത്. ഓക്കെ, അങ്ങനെ കുറെ കഴിഞ്ഞ് വീണ്ടും സൂര്യദേവന്റെ അനുഗ്രഹം കൊണ്ട് യജസ്സു മുഴുവൻ പുരാണങ്ങളും ആനുഷികയും എല്ലാം പഠിക്കാൻ ആർക്ക് സാധിച്ചു? നമ്മുടെ യാജ്ഞവൽക്യന് സാധിച്ചു. വിശ്വാവസു എന്ന ഒരു ഗന്ധർവൻ ഉണ്ടായിരുന്നു. എന്താ പേര്? വിശ്വാവസു. ആ ഗന്ധർവന്റെ സംശയങ്ങളെല്ലാം തീർത്തു കൊടുത്തു ആര്? യാജ്ഞവൽക്യൻ. അങ്ങനെ തീർത്തു കൊടുത്തപ്പോ ഈ വിശ്വാവസുവിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവർക്കും ജ്ഞാനം ഉപദേശിച്ചുകൊണ്ട് അങ്ങനെ യാജ്ഞവൽക്യൻ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഇങ്ങനെയാണ് യാജ്ഞവൽക്യൻ ഇങ്ങനെ എല്ലാവരുടെ സംശയങ്ങളും തീർത്ത് പോകുന്നത്. ആ പോകുന്ന പോക്കിലാണ് നമ്മുടെ ധർമ്മപുത്രരും യാജ്ഞവൽക്യനെ കാണുന്നത്. അല്ലയോ ജനകരാജാവേ, ബ്രഹ്മാവിന്റെ ദേഹത്തിൽ നിന്നാണ് 4 വർണ്ണങ്ങളും ഉണ്ടായത്. എങ്കിലും അജ്ഞാനം മൂലം, അതായത് അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന കുറെ പാപങ്ങളുണ്ട്. ഈ പാപങ്ങളുടെ ഫലമായിട്ട് എന്താ ഉണ്ടാവണത്? പാപിയായ യോനിയിൽ പോയി ജനിക്കുന്നു. പാപം ചെയ്താൽ പാപിയായ യോനിയിൽ ജനിക്കും. ഓക്കെ, ജ്ഞാനമുള്ളവരാണ് ആര്? ബ്രാഹ്മണന്മാര്. ജ്ഞാനം നേടുന്നവരാണ് ബ്രാഹ്മണന്മാർ. ബ്രാഹ്മണന്മാരെന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അറിഞ്ഞവരാണ്. അവരൊരിക്കലും എന്ത് ചെയ്യില്ല? തെറ്റ് ചെയ്യില്ല ഇൻ ദ സെൻസ് അവർക്ക് ആഗ്രഹങ്ങളില്ല, ആവശ്യങ്ങളില്ല. ആരെങ്കിലും അവരെ ഉപദ്രവിച്ചാൽ പോലും അവർ മിണ്ടാതിരിക്കും. അവരെല്ലാം ക്ഷമിക്കും. ക്ഷമയുള്ളവരായിരിക്കും ഈ പറയുന്ന ബ്രാഹ്മണന്മാർ. ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല, ആവശ്യങ്ങൾ ഉണ്ടായില്ല. അവരെ ആരെങ്കിലും ദ്രോഹിച്ചാലും അവരത് ക്ഷമിക്കാനും സഹിക്കാനും ഒന്നിനെ കുറിച്ചും അവർക്കൊരു പരാതി ഉണ്ടാവില്ല. അങ്ങനെയുള്ളവരാണ് ബ്രഹ്മത്തെ അറിഞ്ഞവർ ബ്രാഹ്മണന്മാരെന്ന് പറയുന്നത്. അല്ലാത്തവരെ ബ്രാഹ്മണർ എന്ന് വിളിക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? അപ്പോ ജ്ഞാനം നേടുന്നവരാണ് ബ്രാഹ്മണന്മാർ. ശൂദ്രനായാലും വൈശ്യനായാലും ജ്ഞാനം നേടിയാൽ അവനിൽ ബ്രാഹ്മണത്വം ദർശിക്കണം. ഇനി ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിട്ടില്ല, ശൂദ്രനാണ് വൈശ്യനാണ് എങ്കിൽ, ഏറ്റവും താഴ്ന്ന കുലത്തിൽ ജനിച്ചവരാണെങ്കിൽ പോലും അവർ ബ്രഹ്മത്തെ അറിഞ്ഞാൽ അവരെ ബ്രാഹ്മണെന്ന് തന്നെ വിളിക്കണം. അല്ലാതെ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രം ബ്രാഹ്മണനാവില്ല. മനസ്സിലായില്ലേ? മോക്ഷ ശാസ്ത്രം എല്ലാവർക്കും ഉണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കും മോക്ഷം കിട്ടും ഇല്ലേ? നല്ല രീതിക്ക് ജീവിച്ചാൽ അവർക്കൊക്കെ മോക്ഷം കിട്ടും. ഇങ്ങനെ യാജ്ഞവൽക്യന്റെ വാക്കുകളെല്ലാം കേട്ടപ്പോൾ നമ്മുടെ ജനകരാജാവിന്റെ സംശയമൊക്കെ തീർന്നു. അദ്ദേഹം നല്ല ഹാപ്പിയായി. പിന്നീട് എന്താ ഉണ്ടായത്? ഈ പുത്രനെ രാജ്യഭാരമൊക്കെ ഏൽപ്പിച്ചിട്ട് രാജ്യം ഭരിക്കാനുള്ള സമ്മതമൊക്കെ കൊടുത്തിട്ട് സന്യാസം സ്വീകരിച്ചിട്ട് ജനകൻ എങ്ങോട്ട് പോയി? കൈവല്യ ചിത്തനായിട്ട്, അതായത് എല്ലാ ആഗ്രഹങ്ങളും പോയി നല്ല സന്തോഷത്തോടു കൂടി മനസമാധാനത്തോടു കൂടി ജീവിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ എല്ലാ അവസ്ഥകളെയും ഒഴിവാക്കി മോക്ഷത്തിലേക്ക് എത്തി. ഓക്കെ, ഇങ്ങനെ യാജ്ഞവൽക്യ ജനക സംവാദത്തെ പറ്റി, യാജ്ഞവൽക്യനും ജനകനുമായിട്ടുള്ള സംവാദത്തെ പറ്റി ഭീഷ്മർ ആർക്ക് പറഞ്ഞു കൊടുക്കുന്നു? യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്നു. ഒരു തെറ്റുണ്ട്. യാജ്ഞവൽക്യൻ യുധിഷ്ഠിരനെ അല്ല കണ്ടത്, ജനകനെയാണ് കണ്ടത്. ഓക്കെ, നേരത്തെ പറഞ്ഞതിൽ ചെറിയ മിസ്റ്റേക്ക് പറ്റിപ്പോയി.
അപ്പോൾ യാജ്ഞവൽക്യൻ ജനകനോടാണ് ഇതെല്ലാം പറഞ്ഞു കൊടുത്തത്. അങ്ങനെ ജനകൻ ഹാപ്പിയായി മോക്ഷത്തിലേക്ക് പോയി. ഈ കഥയൊക്കെ നമ്മുടെ ഭീഷ്മ പിതാമഹൻ ആർക്ക് പറഞ്ഞു കൊടുക്കുന്നു? യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുകയാണ്. പിതാമഹ, വലിയ ഐശ്വര്യവും ധനവും ദീർഘായുസ്സും നേടിയിട്ടുള്ള ഒരാൾക്ക്, നല്ല ഐശ്വര്യവും പണവും പേരും പ്രശസ്തിയും ഒക്കെ നേടിയ ഒരാൾക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ? ജരയെയും മരണത്തെയും ജയിക്കാൻ വല്ല വഴിയുണ്ടോ? ഈ ജരാനരാദികളൊക്കെ ബാധിച്ച് വാർദ്ധക്യത്തിൽ പോകാതെ മരണത്തെയൊക്കെ ജയിക്കാൻ ഇനി വല്ല വഴിയുണ്ടോ എന്ന് ചോദിച്ചു. ഭീഷ്മ പിതാമഹനോട് ആര് ചോദിച്ചു? യുധിഷ്ഠിരൻ ചോദിച്ചു. ഷെയർ കുറവാണേ. മൃത്യുവിനെ ജയിക്കാൻ ആർക്കും കഴിയില്ല. കറക്റ്റ് അല്ലേ? ഭീഷ്മര് പറഞ്ഞു, നീ ചോദിച്ച ചോദ്യം തന്നെ പണ്ട് വിദേഹ രാജാവായിരിക്കുന്ന ജനകൻ ഒരു വേദജ്ഞനായ ഒരു പണ്ഡിതനായ പഞ്ചശിഖനോട് ചോദിച്ചിട്ടുണ്ട്. ജനകൻ ആരോട് ചോദിച്ചു? വേദജ്ഞനായ പഞ്ചശിഖനോട് ചോദിച്ചു. ശിഖ ഗായിട്ടോ, നഖത്തിന്റെ ക, പഞ്ചശിഖനോട് ചോദിച്ചിട്ടുണ്ട്. അതിന് അദ്ദേഹം ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്. എന്താ പറഞ്ഞത്? രാജാവേ, നീ പറഞ്ഞ 2 ബാധകൾക്കും ഒരു ചികിത്സയില്ല. ഏതാ? ജരയും മരണവും. ഇതിന് രണ്ടും ഒരു ചികിത്സയില്ല. ഇത് വരും, വാർദ്ധക്യം ഉറപ്പായിട്ടും വരും, മരണവും വരും. ആരാ ചോദിക്കുന്നത്? ജനകൻ. ആരോട് ചോദിച്ചു? നല്ല പണ്ഡിതനായ പഞ്ചശിഖനോടാണ് ചോദിക്കുന്നത്. പഞ്ചശിഖൻ പറഞ്ഞു, നീ ചോദിച്ച 2 കാര്യത്തിനും ഒരു ചികിത്സയില്ല. അതിനെ തടുക്കാൻ ആർക്കും കഴിയില്ല. രാവും പകലും വന്നു പോകുന്നുണ്ട് ഇല്ലേ? അതിനെ പിടിച്ചു നിർത്താൻ ആരെക്കൊണ്ടെങ്കിലും സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. അങ്ങനെ കാലത്തിന്റെ കുത്തൊഴുക്കിൽ പെട്ടിട്ട് കാലം കടന്നു പോവേ എല്ലാവരും പ്രായമായി പോവും, എല്ലാവരും മരിച്ചു പോകും. കറക്റ്റ് അല്ലേ? ഒഴുക്കിൽ നിന്ന് പിടിച്ചു കയറ്റാൻ ഒരു ശക്തിക്കും കഴിയില്ല, ഒരാളെ കൊണ്ടും കഴിയില്ല. കാലനദിയുടെ ഒഴുക്കിൽ താമസിക്കുന്ന, അതായത് കാലത്തിന്റെ ഒഴുക്കിൽ എന്ന് പറഞ്ഞാൽ അതൊരു പ്രയോഗമാണ്. അങ്ങനെ കാലത്തിനനുസരിച്ച് സഞ്ചരിക്കുന്ന 2 മുതലകളാണ് ആര്? ജരയും മരണവും. കാലം പോകെ എല്ലാവരും പ്രായവും, എല്ലാവരും മരിച്ചു പോകും. അത് 2 മുതലകളായിട്ട്. ആ മുതൽ എന്തായാലും നമ്മളെ വിഴുങ്ങും, ഉറപ്പാണ്, അതിലൊരു സംശയമില്ല. അവ എല്ലാവരെയും പിടിച്ചു വിഴുങ്ങുന്നുണ്ട്. അവയിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ല. ഇതാരാ പറയുന്നത്? പഞ്ചശിഖൻ. ആരോടാ പറയുന്നത്? ജനകനോടാ പറയുന്നത്. ആ ജീവിതയാത്രയില് ഇടയ്ക്ക് ഇങ്ങനെ വരും. ജീവിതത്തിൽ നമ്മൾ എന്താ പറയാ, കാലത്തിൽ ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ 2 മുതലകൾ ഉണ്ടാവും. എന്താ? വാർദ്ധക്യവും മരണം. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും പറ്റില്ല. അങ്ങനെ ജീവിക്കുന്ന ജീവിതയാത്രയിൽ ഭാര്യയും മക്കളും മറ്റു ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം വരും നമ്മുടെ ജീവിതയാത്രയിൽ. അവരോടൊക്കെ കൂടെ ഇങ്ങനെ ഒരുമിച്ച് കാലാകാലം ഇങ്ങനെ ജീവിക്കാന്ന് ചിന്തിക്കുന്നത് ഒരു അജ്ഞതയാണ്, ഒരു അറിവില്ലായ്മയാണ്. ഈ കാര്യമൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആത്മരക്ഷ നേടാൻ ശ്രമിക്കും ഇല്ലേ? കാലാകാലം ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവ് ഭാര്യനോടും അല്ലെ സൗഹൃദങ്ങളോടും കൂട്ടുകാരോടും മക്കളോടും കൂടി കാലാകാലം ജീവിക്കാമെന്ന് ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഞാൻ ചില സമയങ്ങളിൽ ആലോചിക്കാറുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും ചെയ്യും. ഞാനും ബിന്ദുമ്മയും കൂടെ അടുക്കളയിൽ നിൽക്കുമ്പോൾ വെറുതെ ചോദിക്കും, ബിന്ദമ്മേ, നിങ്ങളുടെ ചെറുപ്പകാലങ്ങൾ എങ്ങനായിരുന്നു ബിന്ദമ്മേ? അപ്പൊ ബിന്ദമ്മ പറയാം, അമ്മ ഇങ്ങനെ ചെയ്യും, അച്ഛൻ അങ്ങനെ ചെയ്യും, ഞാനും ചേച്ചിയും ചേട്ടനും ഒരുമിച്ച് നിൽക്കും. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കേ, നമ്മുടെയൊക്കെ വീട്ടിൽ അങ്ങനെയല്ലേ? നമ്മൾ പണ്ട് നമ്മുടെ അച്ഛനമ്മ നമ്മുടെ സഹോദരങ്ങൾ മാത്രമായിട്ടൊരു വീട്, അതിലേക്ക് പുതിയ പുതിയ അതിഥികൾ വരികയാണ് അല്ലേ? ഭർത്താവ് ഭാര്യ അങ്ങനെ ഓരോരോ അതിഥികൾ വന്നു. ഇപ്പൊ ആ കാലങ്ങളെല്ലാം പോയി. നമ്മൾ ജീവിച്ച വീട് പോലും ചിലപ്പോൾ ഉണ്ടാവില്ല. അന്ന് ബിന്ദുമ്മ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂടെ ഇങ്ങനെ ചെന്നൈയിലെത്തും, അവരിവിടെ ഇങ്ങനെ ജീവിക്കും? ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഇല്ലേ? അപ്പൊ കാലം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. ഈ കാലത്തിന്റെ കുത്തൊഴുക്കിൽ പലരും വരും പോകും. അവരോടൊക്കെ കാലാകാലം നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്ന് ചിന്തിക്കുന്നത് വെറുതെയാണ്. അതൊന്നും സാധിക്കില്ല. അതൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞു പോകും. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ വരും, ചില വ്യക്തികൾ പോകും, ചില വ്യക്തികൾ കാലാകാലം നിൽക്കും എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ എന്തെങ്കിലും ഒരു സെപ്പറേഷൻ അവിടെ വരും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആലോചിക്കുക, എപ്പോഴും നമ്മൾ തനിച്ചാണ്. ആരും നമ്മുടെ കൂടെ ഒരിക്കലും പെർമനന്റ് ആയിട്ടുണ്ടാവില്ല. ഇന്ന് നമ്മൾ നോറ്റ് വളർത്തിയെടുക്കുന്ന നമ്മുടെ മക്കൾ പോലും നാളെ അവരെ പാർട്ട്ണറായിട്ട് അവരങ്ങ് പോകും. അവർക്ക് അവരുടേതായ ഒരു വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട് ഇല്ലേ? ആ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ അവർ ജീവിച്ചു പോകും. നമുക്ക് ആരെയും പിടിച്ചു നിർത്താൻ കഴിയില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആത്മരക്ഷ നോക്കും. ആത്മരക്ഷ എന്താണ്? മോക്ഷമാണ്.
നമ്മളൊരിക്കലും കൂട്ടോടുകൂടിയല്ല ജീവിക്കുന്നത്, തനിച്ചാണ് എന്നൊരു ബോധം വന്നാൽ നമ്മൾ ആത്മരക്ഷ നേടും. ആ ആത്മരക്ഷയാണ് ഭഗവാനോടുള്ള നമ്മുടെ അടുപ്പത്തിൻ്റെ ആദ്യത്തെ പടി എന്ന് പറയും. മനസ്സിലാവുന്നുണ്ട്? ഒരുത്തൻ ജനിക്കുമ്പോൾ സന്തോഷിക്കും, എൻ്റെ കുഞ്ഞിനൊരു കുഞ്ഞ് വന്നു, ഞാൻ മുത്തശ്ശിയായി എന്നൊക്കെ പറയും. ഒരാൾ മരിക്കുമ്പോൾ നമ്മൾ ദുഃഖിക്കും, അയ്യോ ഇന്നാള് പോയേ എന്ന് പറഞ്ഞിട്ട്. ഈ കരയുന്നതും ദുഃഖിക്കുന്നതും സന്തോഷിക്കുന്നതും എല്ലാം അജ്ഞത കൊണ്ടാണ്. ഒരാൾ ജനിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഇവരെത്ര കാലം ജീവിക്കുമെന്ന്? പറയാൻ പറ്റില്ല. ഓക്കെ നോ പ്രോബ്ലം. നമുക്ക് പറയാൻ പറ്റും എത്ര കാലം ജീവിക്കുന്നു? ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ ഒരുപക്ഷെ ജനനം ഗൈനക്കോളജിസ്റ്റ് പറയുമായിരിക്കും ഇത്ര ദിവസത്തിനുള്ളിൽ പ്രസവം ഉണ്ടാവുമെന്ന്. അപ്പോഴും അവർക്ക് ആ അക്യുറേറ്റ് ടൈം അവർക്ക് പറയാൻ പറ്റില്ല. കറക്റ്റ് അല്ലേ? ചിലപ്പോൾ അവർ പറയുന്ന സമയത്തിന് മുൻപേ പ്രസവിച്ചേക്കാം, ചിലപ്പോൾ അവർ പറയുന്നതിന് ശേഷം പ്രസവിച്ചേക്കാം, മേ ബി സംഭവിച്ചേക്കാം. മനസ്സിലാവുന്നുണ്ട്? പക്ഷെ മരണം നമുക്ക് പറയാൻ പറ്റുമോ? ഡോക്ടർ പറയാണ് ഇനി എല്ലാം ഈശ്വരന്റെ കയ്യിലാന്ന് പറഞ്ഞ എത്രയോ പേര് ജീവിച്ചിരിക്കുന്നു. ഡോക്ടർ പറയാണ് അവര് ജീവിക്കില്ല എന്ന് പറഞ്ഞാൽ അവർ ജീവിക്കും ചിലപ്പോൾ. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഓക്കെ ആന്ന് പറഞ്ഞ് വീടെത്തുന്നതിനേക്കാളും പിന്നെ അറ്റാക്ക് വന്ന് മരിച്ചു പോയവരുണ്ട്, ഇല്ലേ? അപ്പോൾ നമുക്കൊരിക്കലും മരണവും ജനനവും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിൽ നമ്മൾ എന്തിനു ദുഃഖിക്കണം? നമുക്ക് വേർപാടിന് ഒരു ദുഃഖം ഉണ്ടാവും, ഇല്ലാന്ന് ഞാൻ ഒരിക്കലും. നമ്മുടെ അച്ഛൻ, അമ്മ, പ്രിയപ്പെട്ടവർ, കൂട്ടുകാർ, നാട്ടുകാർ, വീട്ടിൻ്റെ അടുത്ത് ഇവരുടെയൊക്കെ മരണം നമുക്ക് വേദന ഉണ്ടാക്കും. ഓക്കെ, ആ വേദനയെ നമ്മൾ എന്ത് ചെയ്യണം? ഉൾക്കൊള്ളണം. ഇന്ന് അവർ കിടക്കുന്ന നിശ്ചലാവസ്ഥയിൽ നാളെ ഞാനും കിടക്കാം എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം. മനസ്സിലാണ്? നമ്മൾ മനസ്സിൽ കാണണം ഒരു വ്യക്തി അങ്ങനെ നിശ്ചലാവസ്ഥയിൽ കിടന്ന് നാളെ ഇതേപോലെ ഞാനും കിടക്കും എന്ന ഉറച്ച ഒരു ബോധം നമ്മൾക്കുള്ളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആരോടും ഫൈറ്റ് ചെയ്യാൻ പോവില്ല, ആരെയും വേദനിപ്പിക്കാൻ നമ്മൾ പോവില്ല. സത്യമായ കാര്യമാണ്. ഒരു മത്സരത്തിനും നമ്മൾ പോവില്ല. മനുഷ്യർ തമ്മിലുള്ള ബന്ധം നശ്വരമായിരിക്കുന്ന ദേഹത്തെ അടിസ്ഥാനപ്പെടുത്തിയതാണല്ലേ? നമ്മുടെ ശരീരം നശിച്ചു പോകും. ഈ നശിച്ചു പോണ ശരീരത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്ക് എല്ലാ ബന്ധങ്ങളും ഉണ്ടാവുന്നത്. അച്ഛൻ, അമ്മ, കുട്ടി, കൂടപ്പിറപ്പുകൾ, ഭാര്യ, ഭർത്താവ്, സൗഹൃദങ്ങൾ, അയൽവാസികൾ എല്ലാം നശിച്ചു പോണ ശരീരത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നമ്മൾ പറയും മാമാന്ന് വിളിക്കുന്നത് ആരെയാണ്? ആ ശരീരത്തെയാണ്. മാമീന്ന് വിളിക്കുന്ന ആരെയാണ്? ആ ശരീരത്തെയാണ്. ചേട്ടാന്ന് വിളിക്കുന്നത്, ചേച്ചീന്ന് വിളിക്കുന്നത്, മോളേന്ന് വിളിക്കുന്നത് എല്ലാം ആ ശരീരത്തെയാണ്. ചിന്തിച്ചോ? ആ ബന്ധം നിത്യമാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, എന്നും നിലനിൽക്കുന്ന വിചാരിക്കും. ഇന്നത്തെ കാലത്ത് നമുക്ക് അങ്ങനെയും വിചാരിക്കാൻ പറ്റില്ല. പണത്തിന്റെ പുറത്ത് രണ്ടും രണ്ടവസ്ഥയിലേക്ക് എത്തിപ്പോമില്ലേ? അപ്പോ അങ്ങനെ നിത്യമാണെന്ന് നമ്മൾ കരുതുന്ന എത്രയോ ബന്ധങ്ങൾ, നമുക്ക് കുഞ്ഞുനാളിൽ നല്ല ഗിഫ്റ്റ് മേടിച്ചെന്ന നമ്മുടെ അമ്മാവന്മാര് ഇന്ന് വഴിത്തർക്കത്തിന്റെ പേരിലും പോട്ടെ, അതൊക്കെ വിട്. നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ ചെറിയ കാരണങ്ങൾ കൊണ്ട് മിണ്ടാതെ നിൽക്കുന്ന എത്ര സഹോദരി സഹോദരങ്ങളുണ്ട്. വീട് ഭാഗം ചെയ്യുമ്പോൾ തീരുന്ന സാഹോദര്യ ബന്ധമേ ഇന്നുള്ളൂ. ആലോചിച്ച് നോക്കിക്കേ. വീട് ഭാഗം ചെയ്യുമ്പോ, സ്വത്ത് ഭാഗം ചെയ്യുമ്പോൾ ഉള്ള സാഹോദര്യ ബന്ധങ്ങളേ ഉള്ളൂ ഇന്ന്. ഇത്രയും ചിന്തിച്ചാൽ മതി. അപ്പൊ ഇതെല്ലാം ശരീരം കൊണ്ടുള്ള ബന്ധങ്ങളാണ്, ആത്മാവ് കൊണ്ടുള്ള ബന്ധങ്ങളില്ല. ആത്മാവ് കൊണ്ടുള്ള ബന്ധം ഒരിക്കലും നശിക്കില്ല. അങ്ങനെ നശിക്കാത്തൊരു ബന്ധം ജീവാത്മാവും പരമാത്മാവും മാത്രമായിട്ടുള്ളതാണ്. ബാക്കിയെല്ലാം നശിക്കും. ദൈവഗത്യാ നാം ഇവിടെ ഒരുമിച്ച് കൂടുന്നു, ഇല്ലേ? ദൈവത്തിന്റെ നിശ്ചയം പോലെയാണ് നമ്മൾ എല്ലാവരും ഈ ഭൂമിയിൽ വന്ന് ഒരുമിച്ച് കൂടുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് ഓരോരുത്തരായിട്ട് ഇങ്ങനെ പിരിഞ്ഞു പോവുകയാണ്. മരണം നിശ്ചിതമായിരിക്കെ അതിനെ സ്വീകരിക്കാൻ മനസ്സിനെ സന്നദ്ധമാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിച്ചു പോകും എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. ഒരു കാരണവശാലും ദുഃഖിക്കേണ്ടി വരില്ല. നമുക്ക് മരണമില്ല, നമ്മൾ കാലാകാലം ഇങ്ങനെ ഇരിക്കും, എന്റേത് മന കെട്ടിപ്പിടിച്ച് ഇവിടെ ഇരിക്കുന്നു വിചാരിച്ചാലാണ് നമുക്ക് ദുഃഖിക്കേണ്ടി വരുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പോകും എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പോകാനുള്ള ഒരു സ്വീകരിക്കാനുള്ള ആ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരില്ല. ഇനിയും ഒരു 70 വർഷം കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടാവുമോ? ഇതുപോലെ ഉണ്ടാവില്ല. പോട്ടെ, ഒരു 50 വർഷം ഉണ്ടാവില്ല. നാളെ നമ്മൾ ഉണ്ടാവോ ഇതുപോലെ? ഉറപ്പ് പറയാൻ പറ്റൂല നമുക്ക്, അല്ലേ? പിന്നെ എന്തിനാണ് ഈ ചെറിയ സമയത്തിനുള്ളിൽ വഴക്കും വക്കാണും പ്രശ്നങ്ങളും, എന്താ പറയാ, ദേഷ്യവും വാശിയും വെറുപ്പും? ഇന്ന് ചിരിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്നാ ചിരിക്കുക? ഇപ്പോ ഈ സമയം പരസ്പരം നോക്കി ചിരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാ ചിരിക്കുക?
ഇന്ന് രാത്രി വഴക്ക് കൂടി നമ്മുടെ സഹോദരനോടോ അച്ഛനോടോ അമ്മയോടോ ഭർത്താവിനോടോ ഭാര്യയോടോ മക്കളോടോ നമ്മൾ ഫോൺ എടുക്കണ്ട, വീട്ടിൽ തന്നെ വഴക്ക് കൂടി ഡോർ അടച്ച് കിടന്നുറങ്ങിയ ഈ രാത്രി നമുക്കൊരു സൈലന്റ് അറ്റാക്ക് വന്നിട്ട് നാളെ രാവിലെ തണുത്ത് വിറങ്ങലിച്ച ശരീരമല്ല നമ്മൾ കാണുന്നത് എന്ന് നമുക്ക് എന്താ ഉറപ്പുള്ളത്? മരിച്ചു കഴിഞ്ഞിട്ട് വാതോരാതെ നമ്മൾ അവരെ കുറിച്ച് നല്ലത് പാടിയിട്ട് എന്താ കാര്യം? നമ്മൾക്കുള്ളിലൊരു കുറ്റബോധത്തോടു കൂടിയോ ഞാനിങ്ങനെയൊക്കെ പറഞ്ഞു പോയില്ലേ, ഞാനിങ്ങനെയൊക്കെ ചെയ്തു പോയില്ലേ, അവരുണ്ടായിട്ടല്ലേ എനിക്കൊരു കാലത്ത് ഇതെല്ലാം ചെയ്തു തന്നത്, എനിക്കിതെല്ലാം തന്നത്, എന്നെ ഇത്രത്തോളം ചേർത്ത് പിടിച്ചില്ലേ, നിസാര കാര്യത്തിന്റെ പുറത്തല്ലേ വഴക്ക് വന്നത്, ആ വഴക്കിനെ ഞാൻ എന്തിനിത്രയും വലുതാക്കി, ഇന്നിപ്പോൾ അവർ ജീവിച്ചിരിപ്പില്ല, എനിക്കൊന്ന് വിളിച്ചാൽ ഏത് സമയത്തും സഹായം എത്തിച്ചു തരുമായിരുന്നു, അല്ലെങ്കിൽ എന്നെ എന്താ എന്ന് ചോദിക്കുമായിരുന്നു എന്ന് മരണശേഷം ചിന്തിച്ചിട്ട് എന്താ കാര്യം? എന്തെങ്കിലും കാര്യമുണ്ടോ? ഈ കലിയുഗത്തിൽ പ്രായം 70 ആവേണ്ട ഒരാൾ മരിക്കാൻ 10 ആയാലും മരിക്കും, 15 ആയാലും മരിക്കും. അതുകൊണ്ട് വൈരാഗ്യ ബുദ്ധി വേണ്ടാന്നേ ഞാൻ പറയും. വിരോധം വേണ്ട, ആരോടും വിരോധം വേണ്ട. വാവിട്ട് പറയുന്ന വാക്കുകൾ പിന്നീട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് വിരോധത്തിൽ നമ്മൾ പെരുമാറണ്ട, നിശബ്ദതയിൽ പെരുമാറുക. ചെയ്യാൻ എളുപ്പമാണ്, തിരുത്താൻ പ്രയാസമാണ്. അതുകൊണ്ട് ചെയ്യാതിരിക്കുക, ആരോടും വിരോധം ചെയ്യാതിരിക്കുക. നമ്മളെ വേദനിപ്പിക്കുന്നവർ വേദനിപ്പിച്ചോട്ടെ, നമ്മൾ തിരിച്ച് വേദനിപ്പിക്കാൻ പോണ്ട, നിശബ്ദമായിരിക്കുക. ആ നിശബ്ദതയാണ് അവർക്കുള്ള ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഒരുപാട് പേര് എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ തിരിച്ച് വേദനിപ്പിക്കാൻ ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിനെ നേരം കാണും. നിശബ്ദമായിരിക്കുക, അവർക്ക് ചിന്തിക്കാൻ അവസരം കൊടുക്കുക. നമ്മൾ എന്തായിരുന്നു അവരുടെ ജീവിതത്തിൽ, നമ്മൾ എന്തെല്ലാം ചെയ്തു കൊടുത്തു എന്ന് ചിന്തിക്കാൻ അവസരം കൊടുക്കുക. എന്നും നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കും നമ്മളിൽ നിന്ന് പോയവരൊക്കെ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ നിശബ്ദമായിരിക്കുക. ആരോടായാലും വിട്ടേക്ക. നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നത് പോലെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല. അത് അവരുടെ ഒരു കുറവായിട്ട് കാണുക. ക്ഷമിക്കാൻ കഴിയുന്ന നമ്മൾക്ക് ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടെന്ന് മനസ്സിലാക്കുക. അങ്ങനെ പോവുക. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇങ്ങനെ നമുക്കൊന്ന് ചിന്തിച്ച് സ്വീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. ക്ലിയർ? മൃത്യുഭയം എങ്ങനെ ഇല്ലാതാക്കാം? അയ്യോ ഞാൻ മരിച്ചു പോവേ എന്നൊരു തോന്നൽ എല്ലാവരിലും ഉണ്ട്. ഈ മരണത്തോടുള്ള നമ്മുടെ പേടി നമുക്ക് എങ്ങനെ ഇല്ലാണ്ടാക്കാൻ പറ്റും? ദുഃഖത്തെയും മരണത്തെയും ഒക്കെ എല്ലാവരും പേടിക്കുന്നുണ്ട്, ഇല്ലേ? എല്ലാവരും പേടിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ആ ദുഃഖവും എന്തായാലും മരണവും ദുഃഖവും ഒക്കെ നമ്മൾ അനുഭവിക്കാതെ പോകാൻ പറ്റില്ല. ഉറപ്പായിട്ട് അനുഭവിക്കണം. അപ്പൊ തീർച്ചയായിട്ടും അനുഭവിക്കേണ്ടതിനെയും അപരിഹാര്യങ്ങളുമായ അനുഭവങ്ങളെ പറ്റിയും ഇത്രയും നമുക്ക് പേടി ഉണ്ടാവാൻ കാരണം എന്താണ്? ദുഃഖത്തെ നമ്മൾ പേടിക്കുന്നു. അയ്യോ ഞാനിന്ന് ഒരുപാട് ചിരിച്ചു, ഇന്ന് കരയേണ്ടി വരും എന്നെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇടങ്കണ്ണ് ചൊറിയുന്നു. എന്താ അത്? ഇടങ്കണ്ണോ വലങ്കണ്ണോ ഏതോ ഒന്ന് ചൊറിഞ്ഞാൽ നമ്മൾ കരയേണ്ടി വരും. ഏതാ അത്? ഏത് കണ്ണ്? ഇടതും വലതും ഏതാ? ആ, ഏത് കണ്ണ് ചൊറിഞ്ഞാലാ കരയേണ്ടി വരിക? ഇടങ്കണ്ണ് ചൊറിഞ്ഞാലാണോ കരയേണ്ടി വരിക? എനിക്കറിയില്ല. ബിന്ദമ്മ പറയുന്നു ഇടങ്കണ്ണ് ചൊറിഞ്ഞാലാ കരയേണ്ടി വരിക. ബിന്ദമ്മ പറയുന്നു വലത് കണ്ണ് ചൊറിഞ്ഞാൽ പണം കിട്ടുമെന്ന്. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ കുറെ പ്രോവേർബ്സ് ഉണ്ട്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെയാവും, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെയാവും, അല്ലെങ്കിൽ അയ്യോ ഞാൻ മരിച്ചു പോയി ഇങ്ങനെ കുറെ തോന്നലുകൾ നമ്മൾക്കുണ്ട്, അല്ലെ? നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോ ഇങ്ങനെയൊക്കെ പേടി ഉണ്ടാവാൻ എന്താ കാരണം? എങ്ങനെയാണ് അങ്ങനെയുള്ള ഭയത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കഴിയുക? ഇതേക്കുറിച്ചാണ് യുധിഷ്ഠിരൻ പിന്നീട് ചോദിച്ചത്. വലങ്കണ്ണ് കടിച്ചാലാണോ നമുക്ക് കരച്ചിലി വരുന്നതെന്ന് പറയുന്നു. ആരാ പറഞ്ഞ? രാജേശ്വരി മാതാജി പറയുന്നു. അല്ല രാജേശ്വരി മാതാജി, ബിന്ദുമ്മ സമ്മതിച്ചു തരില്ല. അപ്പൊ ഇതിനൊക്കെ എന്താ റീസൺ? റൈറ്റ്, എല്ലാവരും പറയുന്നു. അംബിക മാതാജിയും പറയുന്നു വലങ്കണ്ണ് ചൊറിഞ്ഞാലാണ് കരച്ചിലി വരുന്നത്. ബിന്ദുമ്മ തോറ്റുപോയി. അപ്പോ ഇതുകൊണ്ടൊക്കെ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇങ്ങനെ വരും. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഇതിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടാം? ഇതിനെ കുറിച്ചാണ് പിന്നീട് ഭീഷ്മ പിതാമഹനോട് യുധിഷ്ഠിരൻ ചോദിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയണം, യുധിഷ്ഠിര, വലത് ചൊറിഞ്ഞാൽ പണം കിട്ടും, ഉള്ളംകൈ ചൊറിഞ്ഞാൽ പണം കിട്ടും. അപ്പൊ പറയുന്നു, യുധിഷ്ഠിര
സുഖഭോഗങ്ങളിലുള്ള ആഗ്രഹം കൊണ്ടാണ് മരണത്തെ ഭയപ്പെടുന്നത്. നമ്മളിങ്ങനെ സുഖിച്ച് ജീവിക്കുകയാണ്. അപ്പൊ ഇതിലുള്ള ആഗ്രഹം കൊണ്ടാണ് നമുക്ക് മരണത്തെ നമ്മൾ പേടിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ ഭൗതിക സുഖങ്ങളെല്ലാം നമുക്ക് അനുഭവിക്കാം, ഇല്ലേ? നമ്മളിപ്പോ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തിലുള്ള എല്ലാ സുഖങ്ങളും അനുഭവിക്കാൻ പറ്റും. മരിച്ചാൽ അതില്ലാണ്ടാവുമല്ലോ എന്നുള്ള ഒരു ഭയം മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ലോകത്തോടുള്ള നമ്മുടെ ആസക്തി. ഈ ലോകത്തിൽ നമ്മളിങ്ങനെ ജീവിച്ച് പോവാണ്. അപ്പൊ ഈ ലോകത്തിനോടുള്ള നമ്മുടെ ഒരു ആസക്തി, ഇതെല്ലാം കൂടി ആവുമ്പോൾ മരണത്തെ നമ്മൾ പേടിക്കുന്നു. മരിക്കുമ്പോൾ ഇതെല്ലാം വിട്ടിട്ട് പോകേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മരണത്തെ ഭയപ്പെടുന്നത്. സുഖഭോഗങ്ങളിലുള്ള ആഗ്രഹവും ലോകത്തോടുള്ള ആസക്തിയും ഒക്കെ വിട്ടുകഴിഞ്ഞാൽ മരണത്തെ സ്വീകരിക്കാൻ റെഡിയായി. നമ്മളിങ്ങനെ ആരും ഇല്ലാണ്ട് കഷ്ടപ്പെട്ട് എല്ലാം വെറുത്ത് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, ഒന്നുമില്ലാണ്ട് നമ്മൾ പറയുക, കാലിന് പോലും എന്നെ വേണ്ടല്ലോ ഈശ്വര, മരണത്തിന് പോലും എന്നെ വേണ്ടല്ലോ എന്ന് നമ്മൾ പറയും. അതേസമയം എല്ലാം സംതൃപ്തിയായിട്ട് ജീവിക്കുകയാണെങ്കിൽ എനിക്കിങ്ങനെ ജീവിച്ചാൽ മതിയേ എന്നൊരു തോന്നൽ വരും. അപ്പോൾ ലോകത്തോടുള്ള നമ്മുടെ ആസക്തിയും ആഗ്രഹവും സുഖവുമാണ് മരണത്തെ നമ്മൾ പേടിക്കാൻ കാരണം. ജീവിച്ചിരുന്നാലും മരിച്ചാലും ഇതൊന്നും വ്യത്യാസമില്ലെന്ന് തോന്നിയാൽ പിന്നെ മരണത്തെ ആര് പേടിക്കാൻ? ജീവിച്ചാലും മരിച്ചാലും ഇതൊന്നും എനിക്ക് കുഴപ്പമില്ല, ഭഗവാന്റെ നിശ്ചയം എന്തോ അത് നടക്കട്ടെ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരിക്കലും മരണത്തെ ഭയപ്പെടില്ല. മരണം ദേഹത്തിന് മാത്രമാണെന്നും അത് അപരിഹാര്യമാണെന്നും മനസ്സിലാക്കിയാൽ ആ ഭയം അങ്ങ് മാറും. എനിക്ക് വിശ്വാസമൊന്നുമില്ല ഇതിലൊന്നും. വലത് കൈ ചൂർഞ്ഞ പൈസ കിട്ടും, ഇടത് കണ്ണ് കരഞ്ഞ് ചൂർഞ്ഞ കരച്ചിൽ വരുമോ, അതൊന്നും നോക്കാം. എനിക്ക് ഈ വക കാര്യങ്ങളിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ അതൊന്നും മൈൻഡാക്കാറില്ല. അതൊക്കെ ദുഃഖം വരുമ്പോൾ കരയേണ്ടി വരും, സന്തോഷം വന്നാൽ ചിരിക്കേണ്ടി വരും. അല്ലാണ്ട് ഇപ്പം നമ്മൾ കൈ ചൊറിഞ്ഞെന്ന് പറഞ്ഞ് കാശ് കിട്ടും പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ പിന്നെ വീട്ടിൽ ഇരുന്ന് കൈ ചൊറിഞ്ഞിരുന്നാൽ പോരെ? മണിക്കൂറോളം ഇത്ര കഷ്ടപ്പെട്ടിട്ട് രാവിലെ എണീറ്റിട്ട് അയ്യോ. എനിവേ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മരണവും ജനനവും ഒക്കെ എന്തായാലും സംഭവിക്കുന്ന കാര്യമാണ്. ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലെക്സിബിലിറ്റിയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും ഓർത്തും ദുഃഖിക്കേണ്ട. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പഴയ ഉടുപ്പ് മാറ്റി പുതിയൊരു ഉടുപ്പ് ഇടുന്നത് പോലെയാണ് മരണത്തിൽ നിന്ന് ഒരു ദേഹം മാറി അടുത്ത ദേഹം സ്വീകരിക്കുന്നത്. ഓക്കെ എന്നറിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ മരണത്തെ ഭയപ്പെടണ്ട. കുറച്ചു കാലം നമുക്ക് ഈ ശരീരം വേണം, അത് കഴിയുമ്പോൾ ഈ ശരീരം പോകും, പുതിയ ശരീരം കിട്ടും. അങ്ങനെ മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ മരണത്തെ ഭയപ്പെടണ്ട. ഇപ്പോൾ കഴിഞ്ഞ ജന്മം ജനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മുടെയൊക്കെ ഫോട്ടോ ഏതെങ്കിലും വീട്ടിൽ ആരെങ്കിലും ഒക്കെ വെച്ചിട്ടുണ്ടാവും. ഇപ്പോഴും ചില വീട്ടിൽ ചെന്നാൽ ഒരു 4-5 തലമുറ മുമ്പേ ഒക്കെയുള്ള ഫോട്ടോസ് കാണാം, ഇല്ലേ? അതേപോലെ ഇതാരാ, ഇതെന്റെ അച്ഛൻ്റെ അച്ഛനായിരുന്നു, ഇതാരാ, ഇതെന്റെ അമ്മയുടെ അമ്മയായിരുന്നു എന്ന് പറയും. ചിലപ്പോൾ നമ്മൾ തന്നെ ആയിരിക്കും അത്, അല്ലെ? നമ്മളെ ഫോട്ടോ ഇപ്പൊ വേറെ ആരെങ്കിലും വെച്ചിട്ടുണ്ടാവും. ഇതാരാ? ആ വീട്ടിൽ നമ്മൾ എത്തിപ്പെടുകയാണെങ്കിൽ ഇതാരാ, ഇതെന്റെ മുത്തശ്ശിയുടെ അമ്മയായിരുന്നു. ഓക്കെ അവര് മരിച്ചിട്ട് 40 കൊല്ലായി. ചിലപ്പോ നമ്മൾ ജനിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ അന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ ആൾക്കാര്, ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ ആൾക്കാര് നമുക്ക് വേണ്ടി തന്നെയായിരിക്കും ബലിയിടുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ജീവിച്ചിരിക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ വേറെ ഏതോ വീട്ടിൽ ജീവിച്ചിരുന്നു. എൻ്റെ മക്കളൊക്കെ ഇന്നും ഉണ്ട്. ഇപ്പോൾ ഒരു 70 വയസ്സ് 50 വയസ്സൊക്കെ ആയിക്കാണ് എൻ്റെ മക്കൾക്ക്. അപ്പോൾ അവർ പോയിട്ട് അയ്യോ ഞങ്ങളുടെ അമ്മ മരിച്ചുപോയി, ഞങ്ങളുടെ അമ്മയ്ക്ക് ബലിയിടട്ടെ എന്ന് പറഞ്ഞാൽ അവർ ബലിയിടും. ക്ലിയർ? ഞാനിവിടെ പുനർജന്മം എടുത്ത് എനിക്കിപ്പോൾ എത്ര വയസ്സായി. അപ്പോൾ അവരിടുന്ന ബലിയുടെ പുണ്യം എന്താ ചെയ്യുക? ഈ ജന്മത്തിൽ ഞാൻ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് ഒരു ശമനം വരുത്തും. കാരണം എന്താ? അവർ ആ ബലിയിടുന്നത് അവരുടെ ആ ജന്മത്തിലെ അമ്മയ്ക്കാണെങ്കിൽ ആ ജന്മത്തിലെ ആത്മാവ് ഞാനിവിടെ ജനിച്ചു കഴിഞ്ഞു, ഞാൻ ദുരിതം അനുഭവിക്കുകയാണ് ജീവിതത്തിൽ. അവരവിടെ കൃത്യമായി ബലിയിടുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് ഒരു ശമനമായി. ഞാൻ എന്ത് ചെയ്യും? എൻ്റെ അമ്മയുടെ അച്ഛന് ബലിയിടും. അപ്പോൾ എൻ്റെ അമ്മയുടെ അച്ഛൻ മരിച്ചുപോയി, എൻ്റെ അമ്മയുടെ അച്ഛൻ പുനർജന്മം എടുത്ത് മറ്റെവിടെയോ ജനിച്ചു. അപ്പോൾ എൻ്റെ അമ്മയുടെ അച്ഛൻ കുറേ ദുരിതം അനുഭവിക്കുന്നുണ്ടാവും ചെറുപ്പത്തിൽ. അപ്പം ഞാനിവിടെ എൻ്റെ അമ്മയുടെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് ബലിയിടുമ്പോൾ ആ ജന്മത്തിൽ അദ്ദേഹത്തിന് ആശ്വാസമായി. ഇതാണ് 7 തലമുറകൾ നമ്മൾ ബലിയിടണം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ പരസ്പരം ഇങ്ങനെ കണക്റ്റായി ദുരിതങ്ങൾ തീർന്ന് പാപങ്ങളെല്ലാം ക്ഷയിച്ച് പുണ്യം കൂടിയാണ് നമുക്ക് പുനർജന്മം ഇല്ലാതാവുന്നത്. മനസ്സിലാവും? അപ്പൊ ബലിതർപ്പണത്തിന് ഒരു ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അങ്ങനെയും നമ്മൾ മനസ്സിലാക്കണം.
ഞാൻ എപ്പോഴും എൻ്റെ ഏട്ടൻ്റെ മോളുടെ കാര്യം ആലോചിക്കും. എന്തോ വലിയ പാപം ചെയ്തൊരു ജന്മമാണ്, അതുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ ജനിച്ചത്. അപ്പോൾ ആ കുട്ടിയിൽ ഇങ്ങനെ ഇങ്ങനെ മെല്ലെ 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 ഒരു എന്താ പറയുക ഇത് വരികയാണ്. എന്താ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ഒരിക്കലും എന്താ പറയുക, പിന്നെന്താ നമുക്ക് അവരുടെ ഫോട്ടോ വെച്ച് നമ്മുടെ ഓർമ്മയ്ക്ക് അവർക്ക് വെക്കുന്നതിന് എന്താ കുഴപ്പം? അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, മെഡിക്കൽ എത്തിക്സിന് കുറേ ഇതുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അവളൊരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞു, ഇന്നിപ്പം കുറേയൊക്കെ നടക്കുന്നു. അവൾ സംസാരിക്കില്ല എന്ന് പറഞ്ഞു, അവ്യക്തമായിട്ടാണെങ്കിലും സംസാരിക്കുന്നു. ഫുഡ് ഇറങ്ങില്ല എന്ന് പറഞ്ഞു, കുറേ ഫുഡ് കഴിക്കുന്നു. അപ്പോൾ ആ ജന്മത്തിൽ അവളുടെ കൂടെ അവളുടെ മക്കളോ ആരെങ്കിലും ഇന്ന് എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടാവും. അപ്പം അവരിങ്ങനെ കൃത്യമായ ബലിതർപ്പണം കൊടുക്കുമ്പോൾ അവളിൽ ഇവിടെ ഇങ്ങനെ ആ രോഗത്തിൽ നിന്നുള്ള മാറ്റം വന്നുകൊണ്ടേയിരിക്കും. കുറച്ച് മരുന്നും ബാക്കി ആ പുണ്യം കൂടിയാകുമ്പോൾ എന്തായി അവരിൽ മാറ്റം സംഭവിക്കും. ആ ആത്മാവിന് മാറ്റം സംഭവിക്കും ഇല്ലേ? ആ ആത്മാവിലേക്ക് ഇങ്ങനെ പുണ്യം വന്നു ചേരും. അങ്ങനെ 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 മാറി വരും. അപ്പം നമ്മൾ 7 തലമുറയെ മറക്കാൻ പാടില്ല. മനസ്സിലാവണം. ഇപ്പം എനിക്ക് വേണ്ടി എൻ്റെ മക്കളൊക്കെ എവിടെയോ ബലിയിടുന്നുണ്ടാവും. അതൊരു പക്ഷേ എന്നിലേക്കൊരു അനുഗ്രഹമായിട്ട് വരും. അപ്പം ഞാൻ പോകുന്ന ജീവിതയാത്രയിൽ കുറേ മാറ്റങ്ങൾ സംഭവിക്കും. ക്ലിയർ? അങ്ങനെയാണ് നമ്മൾ നമ്മുടെ പിതൃക്കളോട് സ്നേഹം കാണിക്കേണ്ടത്. അല്ലാതെ മരിച്ചവർ മരിച്ചു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അവർ മരിച്ച എവിടെയോ പോയി, അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ തലമുറകളെ ഓർത്തുകൊണ്ടേയിരിക്കുക. തലമുറകളെ ഓർക്കുക എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹമാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, മരണത്തെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ അങ്ങ് ഒഴിവാക്കി ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും പോകുമെന്ന് അക്സെപ്റ്റ് ചെയ്യുക മനസ്സുകൊണ്ട്. അത് ഏതെങ്കിലുമൊക്കെ രീതിയിലായിരിക്കാം, ചിലപ്പോൾ രോഗത്തിലായിരിക്കാം, മറ്റെങ്ങനെ വട്ടവർ. ആത്മഹത്യ ഒരിക്കലും പരിഹാരമല്ല. ആത്മഹത്യ ചെയ്യരുത്, ആത്മത്തെ ഹത്യമാക്കരുത്. അതായത് ഒരിക്കലും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. അതുകൊണ്ടൊന്നും നേട്ടമില്ല. 44-ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്താൽ എന്തായിരിക്കും അവൻ ആത്മഹത്യ ചെയ്യാനുള്ള പ്രേരണ? അനുഭവിക്കാത്തതൊന്നുമില്ല ഭഗവാനെ, എനിക്ക് മടുത്ത്, ഞാൻ മരിക്കാൻ പോവാന്ന് പറയും, മരിക്കും. എന്നിട്ടോ ആ 44 വയസ്സ് വരെ അനുഭവിച്ചത് വീണ്ടും അനുഭവിക്കാൻ വീണ്ടും ജനിക്കും. പിന്നെന്തിനാ നമ്മൾ മരിക്കുന്നത്? 44 വരെ അനുഭവിച്ചു, ഇനി അനുഭവിക്കാതെ ജീവിച്ചു പോകാനുള്ളൊരു വഴി തേടുകയാണ് വേണ്ടത്. അപ്പോൾ ആത്മഹത്യ ഒരിക്കലും ഒന്നിനും പരിഹാരമല്ല. ഓക്കെ. പ്രജ്ഞശുദ്ധിയോ ശരിയായ അറിവോ ഇല്ലാത്തത് കൊണ്ടാണ് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത്. അവയാണ് ഭയത്തിന് കാരണമാകുന്നത്. അയ്യോ ഞാൻ മരിച്ചുപോയേ, ഞാൻ അങ്ങനെ ആയിപ്പോവേ, ഇങ്ങനെ ആയിപ്പോവേ എന്ന് പറഞ്ഞിട്ട് കുറേ തെറ്റിദ്ധാരണകളുണ്ട്. ആ തെറ്റിദ്ധാരണകളെയൊക്കെ മാറ്റുക, ഈശ്വരൻ്റെ ചിന്തയിലേക്ക് പോവുക, നമ്മൾ നമ്മളായി ജീവിക്കുക, കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞും നമ്മൾ നമ്മളായി ഇരിക്കുക. മനസ്സിലാവുന്നു? അവയാണ് ഭയത്തിന് കാരണമാകുന്നത്. എന്ത്? നമുക്കൊരു ഈ എന്താ പറയുക, വിശ്വാസക്കുറവ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിപ്പോവും, ഞാൻ അങ്ങനെ ആയിരിക്കും, പ്രേതമാവുമെന്ന്. അപ്പോൾ അതിനാൽ പ്രജ്ഞാശുദ്ധി, സത്യബോധം, അനാസക്തി ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പേടി ഉണ്ടാവില്ല. നമ്മൾ മനസ്സിലാക്കുക ഈശ്വരൻ എന്താണ്, ഏതാണ്, എങ്ങനെയാണ്. നമ്മൾ ഇന്നല്ലേ നാളെ മരിക്കണം, ഈശ്വരൻ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഇങ്ങനെ ഒരു സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുത്താൽ പിന്നെ നമുക്ക് ഒന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ലൈഫിൽ നിന്ന് പോണ്ടതൊക്കെ പോട്ടെന്നേ, വരാനുള്ളതൊക്കെ വരട്ടെ, അത്രേ ഉള്ളൂ. അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോവുക. നമ്മൾ വിചാരിച്ച പോലെ പോകണമെന്നൊന്നും വിചാരിച്ചാൽ അതൊന്നും നടക്കില്ല. അതൊക്കെ വെറുതെയാണ്. ഈശ്വരൻ എന്ത് ചിന്തിക്കുന്നുവോ അതേ നടക്കും, അല്ലാണ്ട് ഒന്നും മാറ്റി സംഭവിക്കില്ല. ഓക്കെ. രാധേ രാധേ കൃഷ്ണ. ഗോകുലത്തിൽ ഹോളി സെലിബ്രേഷൻ ഉഷാ മാതാജി, എനിക്ക് നമ്മുടെ ശർമാജി വീഡിയോ അയച്ചിട്ടുണ്ട്, മിസ്സിങ്. ഇനി സത്സംഗത്തിന്റെ മഹത്വം. 10:30 ക്ലാസ് വൈൻഡപ്പ് ചെയ്യാട്ടോ. 10:04. പിതാമഹൻ പറഞ്ഞത് കേട്ടിട്ട് ധർമ്മപുത്രൻ ചോദിച്ചത് എന്താ? പ്രജ്ഞാശുദ്ധിയോ ശാസ്ത്രജ്ഞാനമോ ശരിയായ അറിവോ ഇല്ലാത്ത ഒരാൾക്ക് ശ്രേയസിന് എന്താ മാർഗം? ഇതൊക്കെ ഉണ്ടെങ്കിൽ ശ്രേയസിന് വഴിയുണ്ട്, ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ ശ്രേയസിന് എന്താ വഴി? ധർമ്മധർമ്മങ്ങളെ പറ്റി അയാൾക്ക് എങ്ങനെയാ മനസ്സിലാവുക? അപ്പൊ ഭീഷ്മര് പറഞ്ഞു, ശാസ്ത്രം പഠിച്ചിട്ടില്ല എന്നുള്ളത് ഒരു കുറ്റമല്ല. മനസ്സിലാവുന്നോ? ശാസ്ത്രജ്ഞാനവും തത്വബോധവുമുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരുമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് ഇതൊക്കെ അറിയാൻ പറ്റും. മനസ്സിലായില്ലേ? ഇപ്പോൾ നിരന്തരം മുനിസിപ്പാലിറ്റിയിൽ പോണ ഒരാൾ, കോർപ്പറേഷനിൽ പോണ ഒരാൾക്ക് അവിടുത്തെ നിയമങ്ങളെക്കുറിച്ചും വരാനുള്ള കാര്യങ്ങളെക്കുറിച്ചും അറിയാൻ പറ്റും. ഞാൻ എപ്പോഴും പോകുന്നു. ഇപ്പോൾ പോട്ടെ, മെഡിക്കൽ കോളേജിൽ പോയാൽ ഒരുപാട് കൺഫ്യൂഷനാണ് നമുക്ക്. പക്ഷെ അടിക്കടി മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ഒരാൾക്ക് അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയാൻ പറ്റും. ക്ലിയർ അല്ലേ? അതേപോലെ അവരുമായിട്ടുള്ള ശാസ്ത്രബോധമുള്ള തത്വബോധമുള്ള ഒരാളുമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ അവർക്ക് അതേക്കുറിച്ച് കുറച്ചെങ്കിലും ഒരു അവയർനെസ് ഉണ്ടാവും, അറിവുണ്ടാവും.
സത്സംഗം ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണ്. മനസ്സിലായില്ലേ? സത്സംഗം ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ്. ശ്രേയസിനാസ്പദവും ജീവിതത്തിൽ ശുദ്ധിയും ചെയ്യുന്ന കർമ്മങ്ങളുടെ മഹത്വവുമാണ്. നമ്മുടെ ജീവിതത്തിന് ഒരു ശ്രേയസ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ പറയും എപ്പോഴും ഇപ്പം ഇത് കേട്ടുകൊണ്ടിരുന്നിട്ട് ജീവിതം അങ്ങോട്ട് നന്നാവുമോ? നമുക്ക് നാളെ ചോറ് കിട്ടും. ചോറ് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും, സംശയമില്ലാത്ത കാര്യം. അത് വീട്ടിൽ വെറുതെ ഇരിക്കാന്നല്ല. എന്താ പറയണേ സത്സംഗത്തിൽ? കർമ്മം ചെയ്യൂ, കർമ്മം ചെയ്യൂ, കർമ്മം ചെയ്യൂ. അപ്പൊ ചെയ്യാതെ ഇതും കേട്ടിരിക്കുന്നവൻ കർമ്മം ചെയ്യണമല്ലോ, എന്നാ പിന്നെ ചെയ്തോക്കാം. കർമ്മം ചെയ്യൂ, അതുവഴി നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും. മനസ്സിലായില്ലേ? സത്സംഗം ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശിഷ്ടരുമായി സംസർഗം ചെയ്യുക, അന്യർക്ക് ഉപദ്രവകാരമായത് ഒന്നും ചെയ്യാതിരിക്കുക, മറ്റുള്ളവർക്ക് ദ്രോഹമായ ഒരു കാര്യം ചെയ്യാണ്ടിരിക്കുക, മനസ്സും വാക്കും പ്രവൃത്തിയും എപ്പോഴും സത്യത്തെയും ധർമ്മത്തെയും ആശ്രയിച്ചിരിക്കുക. അങ്ങനെ പോയാൽ നല്ലോണം തിരിച്ചടികൾ ഉണ്ടാവും, ഒരു സംശയവും ഇല്ല. നേരായ വഴിയിലാണോ പോകുന്നത്? മാങ്ങയുള്ള മാവിലെ കല്ലേറ് കിട്ടും എന്ന് പറഞ്ഞതുപോലെ നല്ലോണം കല്ലേറ് കിട്ടും, ഉറപ്പാ, സംശയമില്ല. നേരായ വഴിക്ക് പോയോ, ധർമ്മത്തിന്റെ പാതയിൽ പോയോ, അടി ഉറപ്പാണ്. പക്ഷേ ഡെസ്റ്റിനേഷൻ വിജയമായിരിക്കും. എത്ര കഷ്ടപ്പെട്ടാലും വിജയമായിരിക്കും. ഏത് മഹാത്മാവിന്റെ ജീവിതം എടുത്തോളൂ, കഷ്ടപ്പാടിന്റെ, ചീത്തപ്പേരിന്റെ, കണ്ണീരിന്റെ എക്സ്ട്രീം ആയിരിക്കും. പൂർവരമ്മ വേശ്യാസ്ത്രീ എന്നുള്ള പേര് വരെ കേട്ടിട്ടുണ്ട്, അറിയാമോ? പൂന്താനം തിരുമേനി ഒരു ഉണ്ണിക്ക് വേണ്ടി ആഗ്രഹിച്ച് കരഞ്ഞു തീർത്തത് ചില്ലറയല്ല. രോഗദാരിദ്ര്യ ദുരിതങ്ങളിലൂടെയാണ് കടന്നുപോയത്. അധർമ്മിയാണോ കലിയുഗത്തിൽ സുഖമായി ജീവിക്കാം? ധർമ്മമാണോ സഹിക്കാത്തതിൻ്റെ അപ്പുറവും സഹിക്കണം. പക്ഷേ ആത്യന്തിക വിജയം ധർമ്മവും സത്യവും നീതിയും അനുഷ്ഠിക്കുന്നവർക്കായിരിക്കും. മനസ്സിലാവുന്നു? ഒറ്റപ്പെട്ട് നിൽക്കേണ്ട അവസ്ഥ വരും ധർമ്മത്തിന്റെ വഴിയിൽ പോയാൽ. അപ്പോൾ ധർമ്മത്തിന്റെ വഴിയിൽ പോകണമെങ്കിൽ ഒരുപാട് സഹിക്കണം. സഹിച്ച് അങ്ങേ തലയിലെത്തുമ്പോൾ ആത്യന്തിക വിജയം ഈശ്വരൻ തരും. നമ്മുടെ പാപങ്ങളെല്ലാം ഇല്ലാണ്ടായിത്തീരും. കല്ലേറ് നല്ലോണം കിട്ടും. ആ കല്ലേറുകളെല്ലാം സഹിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ വിജയിക്കാം. എന്താ പറയുന്നത്? മനസ്സും വാക്കും പ്രവൃത്തിയും എപ്പോഴും സത്യത്തെയും ധർമ്മത്തെയും ആശ്രയിച്ചിരിക്കുക. കർത്തവ്യത്തെ ശ്രദ്ധാപൂർവം ചെയ്യുക. നമ്മൾ എന്തുണ്ടെങ്കിലും നമ്മൾ ചെയ്യേണ്ട കർമ്മം നമ്മൾ ചെയ്യാം. ആരിൽ നിന്നും ഒന്നും കിട്ടിയില്ലെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. അകർത്തവ്യത്തെയും അധർമ്മത്തെയും നിരാകരിക്കുക. അധർമ്മമാണോ അതെത്ര വലിയ സംഭവമായാലും മാറ്റി നിർത്തുക. അതെത്ര വലിയ ആളായാലും ശരി മാറ്റി നിർത്തുക. 10 അടി മാറിക്കാൻ പറയാം. ആ പറയാനുള്ള ചങ്കൂറ്റുണ്ടാവണം. പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നതോ വലിയ വലിയ തിരിച്ചടികളായിരിക്കും. എങ്കിലും കുഴപ്പമില്ല, മാറിക്കാൻ പറയാം. അതാണ് വേണ്ടത്. ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവർക്ക് ഐഹിക ശ്രേയസ്സിന് കുറവുണ്ടാവില്ല. നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ജീവിതത്തിൽ സമാധാനം കിട്ടും, ശ്രേയസ് കിട്ടും. ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും. അല്ലെങ്കിൽ അവർ ദാരിദ്ര്യത്തിൽ ജീവിച്ച് ദരിദ്രപ്പെട്ട് ദുരിതപ്പെട്ട് തീരും എന്നാ പറയാം. അധർമ്മമാണ് ചെയ്യുന്നതെങ്കിൽ ദുരിതം അനുഭവിച്ചവർ കഷ്ടപ്പെട്ട് നശിച്ചു തീരും. ധർമ്മമാണ് ചെയ്യുന്നതെങ്കിൽ ടെമ്പററി വേദനയാണെങ്കിലും നമുക്ക് നല്ല ഉയരത്തിലേക്ക് എത്താൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഈശ്വരനെ ആശ്രയിച്ച് മുൻനിർത്തിയും എല്ലാ കർമ്മങ്ങളും ചെയ്താൽ, നമ്മൾ ഭഗവാനെ ആശ്രയിച്ച് ഭഗവാനെ മുൻനിർത്തിക്കൊണ്ടാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നതെങ്കിൽ ആപത്തോ ദുഃഖോ അവരെ പിടികൂടില്ല. അവരെങ്ങനെയും ജീവിതത്തിൽ കരകയറിപ്പോകും. എങ്കിലും മോക്ഷമാണ് പരമലക്ഷ്യമെന്ന് മനസ്സിൽ ഉറപ്പിക്കണം. നമ്മുടെ ലക്ഷ്യം എന്താണ്? ഭൗതിക ഉയർച്ചയല്ല, മോക്ഷമാണ്. അതനുസരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രവൃത്തികളെല്ലാം നിയന്ത്രിക്കണം. മനസ്സിലായില്ലേ? അതനുസരിച്ച് പ്രവൃത്തികളെല്ലാം നിയന്ത്രിച്ച് ഈ ലോകത്തിലെ പദാർത്ഥങ്ങളെ കൊണ്ടും അവയെ അനുഭവിക്കുന്നത് കൊണ്ടും മനസ്സിന് സംതൃപ്തിയോ ശാന്തിയോ ഉണ്ടാവില്ല. ഈ ലോകത്തിലുള്ള സുഖഭോഗങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സിനൊരു ശാന്തി കിട്ടില്ല. അതൊക്കെ ടെമ്പററി ആണ്. കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം നമ്മളിൽ നിന്ന് പോകും എന്ന് മനസ്സിലാക്കാം. മോക്ഷത്തെ പറ്റിയുള്ള ഒരു ബോധം, അതിനുള്ള ശ്രമം ചിലപ്പോഴെങ്കിലും മനസ്സിനെ നമുക്ക് എന്താ പറയുക, പിടിച്ചു നിർത്താൻ സാധിക്കണം. നമ്മുടെ മനസ്സിനെ മോക്ഷമാണ് എൻ്റെ ലക്ഷ്യം, അല്ലാതെ ഈ ഭൗതിക ലോകത്തിലുള്ള സുഖജീവിതങ്ങളല്ല. നമുക്ക് ശാന്തി അനുഭവിക്കാൻ സാധിക്കണം ജീവിതത്തിൽ. അത് ദുഃഖങ്ങൾ ഏറെ വന്നാലും ഇന്നല്ലെങ്കിൽ നാളെ ഈശ്വരൻ നമുക്ക് ശാന്തി നൽകുമെന്ന ബോധം വേണം. അങ്ങനെ മനസമാധാനം ആഗ്രഹിക്കുന്ന ഒരാള് ക്രമത്തിൽ ലൗകിക വിഷയങ്ങളിൽ നിന്ന് പുറത്തു വരും. മെല്ലെ 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 മെല്ലെ, ഒറ്റടിക്ക് വരുന്ന ഞാൻ പറയണില്ല, മെല്ലെ മെല്ലെ പുറത്തു വരും. ഓക്കെ. ഇപ്രകാരം ശാസ്ത്രജ്ഞാനമോ തത്വബോധമോ ഇല്ലെങ്കിൽ കൂടി ശരിയായ സത്സംഗം കൊണ്ട് ഈ വക കാര്യങ്ങൾ അറിയാനിടവരും. ഇനി ശാസ്ത്രബോധമോ തത്വജ്ഞാനമോ ഒന്നും ഇല്ലെങ്കിലും
എന്താ ഉണ്ടാവുക? ശരിയായ ശാസ്ത്രബോധവും തത്വബോധവും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് സത്സംഗങ്ങളിൽ കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും. അങ്ങനെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്ന പറയുന്നത് ഇവിടെ. അതുകൊണ്ടാണ് സത്സംഗത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മഹാഭാരതത്തിൽ ഒരു ചാപ്റ്റർ തന്നെ കൊടുത്തത്. അതനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ ഐഹികവും പാരതന്ത്രികവുമായിരിക്കുന്ന ശ്രേയസ് ഉണ്ടാവും. അങ്ങനെ സത്സംഗം കേട്ട് നമ്മൾ മെല്ലെ 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 മാറി, ഒറ്റയടിക്കൊന്നും മാറാൻ പറ്റില്ല. മെല്ലെ മെല്ലെ മാറിയിട്ട് നമുക്ക് ഇവിടെയും ജീവിതത്തിൽ സമാധാനം കിട്ടും, മരണത്തിന് ശേഷവും സമാധാനം കിട്ടും. ഓക്കെ, അതാണ് പറയുന്നത്. ഇനി സുലഭാധർമ്മധ്വജ സംവാദം അത് നമുക്ക് നാളെ എടുക്കാം കേട്ടോ. ഞാൻ ശാന്തി പർവ്വം ഇന്ന് തീർക്കണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. കുറേ എനിക്ക് വിശക്കാൻ തുടങ്ങി, നല്ല വിശപ്പ്. അപ്പം നമുക്ക് നിർത്താം. 10:30 ആയില്ലേ, എല്ലാവർക്കും കിടന്നുറങ്ങണം. നാളെ രാവിലെ എടുക്കാം കേട്ടോ. രാവിലെ എനിക്ക് തോന്നുന്നു 7:30 ക്ലാസ് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം വേറെ ഒന്നുമല്ല, രാവിലത്തെ എൻ്റെ ജിമ്മ് പോക്കും കുക്കിങ്ങും പൂജയും എല്ലാം കഴിഞ്ഞ് 7:30 ക്ലാസ് എടുക്കാറാണ് ബുദ്ധിമുട്ടാണ്. ഉള്ള കാര്യം പറയണമല്ലോ. നമുക്ക് ഒരു 9:30 ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. 9:30 അല്ലെങ്കിൽ 10:30 എന്ത് പറയണം, ആ സമയമാകുമ്പോഴത്തേക്കും എനിക്ക് ഒരുവിധം കാര്യങ്ങളെല്ലാം ഒന്ന് ഒതുങ്ങും. അതായിരിക്കും കുറച്ചുകൂടെ ബെസ്റ്റ്. കാരണം ഇപ്പം ഷൂട്ടില്ലാത്ത സമയത്ത് എനിക്ക് കുറച്ച് ഉറങ്ങാൻ സമയം കിട്ടും. ഷൂട്ട് തുടങ്ങി ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഉറക്കവും നമുക്ക് വേണമല്ലോ. കുറച്ച് നേരം ഒരു 5:30 മണി വരെയൊക്കെ ഒന്ന് ഉറങ്ങിയിട്ട് അതിനുശേഷം ഒരു 1.5 മണിക്കൂർ ജിമ്മിലൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് കുക്കിങ്ങൊക്കെ ചെയ്ത് വെച്ച് പൂജയൊക്കെ ചെയ്ത് ഫ്രഷപ്പായിട്ട് ക്ലാസ്സിലിരിക്കുമ്പോഴത്തേക്കും അറൗണ്ട് ഒരു 10:30 ആവും. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും. 10:30 മുടിയെ പോകും. 10:30 ആകുമ്പോൾ പിന്നെ എനിക്കും സമയം ഓക്കെ ആയി. മറ്റേതെന്താ അറിയുമോ, ഞാനിതെല്ലാം ചെയ്ത് ഇങ്ങനെ കിറുങ്ങിയിരിക്കും. ബിന്ദുമ്മയ്ക്ക് കുക്കിംഗ് വശമില്ല. അപ്പം അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ. 10:30 ക്ലാസ് ആകുമ്പോൾ എനിക്കെല്ലാം കഴിയും. രാവിലത്തെ പൂജയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാലും ജിമ്മിൽ പോയി വന്നാൽ പിന്നെയും കുളിക്കണം. നമുക്ക് കുളിക്കാതെ ഒന്നും നടക്കില്ല, കുക്കിങ്ങും നടക്കില്ല, ഒന്നും നടക്കില്ല. അപ്പോൾ 9:30 ഈസ് ബെറ്റർ. ഓക്കെ നമുക്ക് 9:30 10:30 പോലെ അങ്ങനെ ക്ലാസ് എടുക്കാം. അതായിരിക്കും കുറച്ചുകൂടി. ഞാൻ ഇന്ന് രാവിലെ ആലോചിച്ചപ്പോഴേ മറ്റേത് എനിക്ക് 7:30 ആകുമ്പോഴത്തേക്ക് ഒന്ന് എൻ്റെ ജിമ്മ് പോക്ക് മുടങ്ങും, കുക്കിംഗ് മുടങ്ങും. ഒരു പാവല്ലേ ബിന്ദും, അവർക്ക് വിശക്കും. അപ്പോൾ പറയില്ല, വിശക്കുണ്ട് എന്ന് പറയില്ല, അതിങ്ങനെ സസ്റ്റെയിൻ ചെയ്യും. പിന്നെ അവർ പുറത്തിറങ്ങി മെല്ലെ അവർ ചോദിക്കുക അപ്പുറത്തുനിന്ന് വിശക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പം അത് മോശമല്ലേ. അപ്പം ഞാൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സമയത്തിനെടുത്ത് കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെ എടുക്കാം 9:30 ആകുമ്പോഴേക്കും. അപ്പോൾ എനിക്കും രാവിലെ ജിമ്മ് പോലൊക്കെ നടക്കും. ഓക്കെ, ഇല്ലെങ്കിൽ ഞാനിങ്ങനെ കുബേരനെ പോലെ കുടവയറുമായിട്ട് നടക്കണം. എന്നെ ലൊക്കേഷൻ ഒഴിച്ചു വിടും. 3 നേരം ചോറ് തിന്ന്. ഓക്കെ, അപ്പോൾ ഓക്കെ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങും. ഇനി കിച്ചുവിന് ഹാരം മാറ്റാനുണ്ട്. അപ്പം ശുഭരാത്രി, സുഖനിദ്ര. हरे कृष्णा, सर्वम कृष्णा अर्पणमस्तु. प्रभुपाद की जय, गुरु महाराज की जय, राधा പവനപുരേഷൻ की जय. ഓം ശ്രീ മാത്രേ നമഃ. നമ്മുടെ അടുത്ത നവചണ്ഡിക ഹോമം വരുന്നുണ്ട്. ആർക്കെങ്കിലൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. പേരും ലിസ്റ്റൊക്കെ ഞാൻ ഇട്ട് തരാം. ഹരേ കൃഷ്ണ, ഗുഡ് നൈറ്റ്. സ്വസ്ഥമായിട്ട് എല്ലാവരും ഫുഡ് കഴിച്ച് കിടന്നുറങ്ങും. നാളെ കാണാം. ബൈ.